السلام عليكم ورحمة الله وبركاته. الحمد لله على إحسانه وكماله، وشكر له على توفيقه وامتنانه، وأشهد أن لا إله إلا الله وحده لا شريك له تسبيحا بحمده، وأشهد أن محمدا عبده ورسوله الداعي إلى رضوانه، وصلى الله عليه وعلى آله وأصحابه وأتباعه وسلم تسليما كثيرا. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സ്നേഹാദരനരായ സത്യവിശ്വാസി സഹോദരങ്ങളെ, സഹോദരിമാരെ, കാരണവന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ആമുഖമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിനുള്ള മഹത്തായ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഏറെ പുണ്യമാക്കപ്പെട്ട ദുനിയാവിലുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച ദുൽഹിജ്ജയിലെ 10 നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയങ്ങൾ, ദിവസങ്ങൾ അള്ളാഹുവിനുള്ള ഇബാദത്തുകളിൽ തക്ബീർ ധ്വനികളാൽ, തഹ്ലീലിനാൽ, തഹ്മീദിനാൽ ഒക്കെ വ്യാപൃതമാക്കണമെന്നും ധാരാളമായി ഇബാദത്തുകൾ എടുക്കണമെന്നും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എത്രത്തോളം എന്നാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തൻ്റെ ജീവൻ പണയം വെച്ച് യുദ്ധത്തിന് പോകുന്ന ഒരു മനുഷ്യനേക്കാളും അഫ്ദലാണ്, ആ മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനത്തെക്കാളും ശ്രേഷ്ഠമാണ് ഈ ദിനങ്ങളിൽ ഒരു മനുഷ്യൻ നിർവഹിക്കുന്ന സൽക്കർമ്മം എന്ന് പറയുമ്പോൾ അത്രമേൽ പ്രാധാന്യവും മഹത്വവും ഈ ദിവസങ്ങൾക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ, ഇബാദത്തുകൾ കൊണ്ട് സജ്ജമാക്കാൻ അതിനുള്ള മഹത്തായ തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്ര വലിയ അവസരങ്ങൾ ജീവിതത്തിൽ വന്നു കിട്ടിയിട്ടും അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കാതെ, റബ്ബിനോട് അടുക്കാൻ സാധിക്കാതെ അങ്ങനെ നഷ്ടക്കാരാകുന്ന ഹതഭാഗ്യരിൽ നിന്ന്, അങ്ങനെ ആകുന്നവരിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ അസ്ർ ആണ് നമ്മളതിൻ്റെ തഫ്സീറും അതിൽ നിന്നുള്ള ഗുണപാഠങ്ങളും ഒക്കെ അല്പം നമ്മൾ ചർച്ച ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ചോദിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, പറയാൻ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാമെന്നാണ് വിചാരിക്കുന്നത്. ആരെങ്കിലും ഒരാൾ വന്നിട്ടൊരു സമ്മാനമായി കൊണ്ടുവരണം. ഞാൻ മറന്നതാണ്, ഞാൻ വേണമെന്ന് വിചാരിച്ചിരുന്നു. ഇത് വാങ്ങിക്കൊണ്ടിരാൻ കഴിയെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പോയി വാങ്ങിക്കൊണ്ടിരാം. എന്തെങ്കിലും ഒരു മറ്റേ ഞാനത് വാങ്ങണമെന്ന് വിചാരിച്ച് പക്ഷെ മറന്നുപോയി. എന്നും പ്രിപ്പയർഡ് ആവണം, എല്ലാ ക്ലാസ്സും പ്രിപ്പയർഡ് ആവുക, അതാണ് മാർഗം. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. ആയിക്കോട്ടെ, യുവാക്കൾക്ക് അവസരം ആയിക്കോട്ടെ. മാഷാ അല്ലാഹ്. അടുത്ത ക്ലാസ്സിൽ വയസ്സന്മാർ ഒരുങ്ങിയേറിയ വയസ്സന്മാർ രണ്ടർത്ഥത്തിലുണ്ട്. പ്രായം കൊണ്ട് വയസ്സുള്ളവരും ഉണ്ട്, ഹിമ്മത്ത് കൊണ്ട് വയസ്സന്മാരും ഉണ്ട്. ചെറുപ്പക്കാരായിക്കാരം, പക്ഷെ വയസ്സന്മാരെ മാറിയേക്കാരം. നേരെ തിരിച്ചുണ്ട്. പ്രായം കൊണ്ട് വയസ്സന്മാരായിക്കാരം, പക്ഷെ ഹിമ്മത്ത് കൊണ്ട് ചെറുപ്പക്കാരായിക്കാരം. അപ്പൊ നമ്മളെ വയസ്സന്മാര് ചെറുപ്പക്കാരും, ചെറുപ്പക്കാർ വയസ്സന്മാരുമായ കാലാണ് ഇപ്പോ. അല്ലാഹുൽ മുസ്തആൻ. അപ്പോ നമ്മള് ഒന്നാമത്തെ ആദ്യം ചോദിക്കണം എന്താ വെച്ചാൽ, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, ഒരു മുൻഗാമി സലഫുകളിൽപ്പെട്ട ഒരു വ്യക്തി പറഞ്ഞിരുന്നു, ഇന്നയാളിൽ നിന്നാണ് സൂറത്തുൽ അസ്റിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായത് എന്ന് പറഞ്ഞിരുന്നു. ഇന്ന ഒരു സംഗതി അങ്ങാടിയിൽ ഇങ്ങനെ കണ്ടപ്പോ
അത് കണ്ടപ്പോഴാണ് സൂറത്തുൽ അസ്റിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായത്. എന്ത് കണ്ടപ്പോഴാ? എന്ത്? ഒത്തക്കല്ല, ഒത്തക്ക ഒരുക്കി പോയില്ലല്ലോ. ഐസ് കച്ചവടക്കാരൻ. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. സമ്മാനം അതെല്ലാവർക്കും കൂടി സമ്മാനം തരേണ്ടി വരും. അവിടെ സമ്മാനം ക്യാൻസലായി ചോദ്യത്തിന്. അപ്പൊ ഐസ് കച്ചവടക്കാരൻ ഐസ് വിൽക്കുന്നു കണ്ടു അല്ലെ. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഇർഹമൂ മൻ യദൂബു സുമാലിഹി, മൂലധനം ഉരുകിപ്പോകുന്നവരോട് നിങ്ങൾ കരുണ കാണിക്കൂ എന്ന് പറഞ്ഞു അല്ലെ. മൂലധനം തന്നെ ഉരുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഐസിന്റെ പ്രത്യേകത എന്താ? അത് ഇങ്ങനെ ഉരുകി പോവുകയാണ്. അപ്പൊ ഇത് ഉരുകി തീരുന്നതിന് മുമ്പ് ഇവിടുന്ന് വാങ്ങിയാണ്ട് എന്നോട് കരുണ കാണിക്കൂ എന്നാ മനുഷ്യൻ വിളിച്ചു പറഞ്ഞപ്പോഴാണ് മുൻഗാമി പറഞ്ഞത്, ഇപ്പോഴാണ് എനിക്ക് സൂറത്തുൽ അസ്റിന്റെ അർത്ഥം മനസ്സിലായത്. നമ്മൾ ആയുസ് ഇങ്ങനെ ഉരുകി തീരുകയാണ് അല്ലെ, നമ്മുടെ ആരോഗ്യം ഇങ്ങനെ ഉരുകി തീരുകയാണ്. ആ ഉരുകി തീരുമ്പോൾ കച്ചവടം നടന്നിട്ടില്ലെങ്കിൽ നമ്മൾ മഹാനഷ്ടക്കാരായിരിക്കും. എന്താ കച്ചവടം? ഈമാനും അമൽ സ്വാലിഹും, സത്യം കൊണ്ടുള്ള ഉപദേശവും ക്ഷമ കൊണ്ടുള്ള സതുപദേശവും അത് നടന്നിട്ടില്ലെങ്കിൽ നമ്മൾ മഹാനഷ്ടക്കാരായി തീരും. അതുപോലെ തന്നെ പിന്നെ ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണത് ഇപ്പൊ എന്താ അല്ലെ, ഈ ഈമാനും അമൽ സ്വാലിഹാത്തും സത്യം കൊണ്ടുള്ള പരസ്പര ഉപദേശവും ക്ഷമ കൊണ്ടുള്ള പരസ്പര ഉപദേശവും ഇത് നിർവഹിക്കാത്തവരൊക്കെ നഷ്ടക്കാരാണെന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ നിന്നും നമുക്ക് കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണപാഠമാണ് ഈ 4 കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ആണ് ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ ഏറ്റവും സുപ്രധാനമായ ഘടകം. എന്താണ്? ഈ 4 കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ 4 കാര്യങ്ങൾ പിന്നെ ഉണ്ടാകണമെങ്കിൽ അതിൽ സ്വാഭാവികമായും എന്ത് വരണം? ദഅവത്ത് അതിൽ കടന്നു വരുന്നുണ്ട് അല്ലെ. നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം, ദീനിലേക്കുള്ള ക്ഷണം ഉണ്ടാകണം. അതൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു വ്യക്തി സ്വന്തം ഈ പിന്നെ നിസ്കാരവും ഇബാദത്തേറ്റ് കഴിഞ്ഞു കൂടിയാൽ ഈ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുമോ? ഒരിക്കലും നഷ്ടപ്പെടൂല. മറ്റുള്ളവരെ കൂടി ഇതിലേക്ക് ക്ഷണിച്ചാലേ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സത്യം ഭാരമുള്ളതാണ്, പ്രയാസമുള്ളതാണ്. ജസാക്കുമുല്ലാഹു ഖൈറൻ കസീർ. സമ്മാനം കുറച്ച് വിലപിടിപ്പുള്ള സമ്മാനമാണ്. മാഷാ അല്ലാഹ്. ഞാൻ 5 ഉറുപ്പിന്റെ സമ്മാനം വാങ്ങാൻ പറയാം. 10 ഉറുപ്പിന്റെ കിട്ടിയാണ്. തൗഫീഖുണ്ട്, കിട്ടോൾക്ക് തൗഫീഖുണ്ട് വിചാരിച്ചാൽ മതി. അപ്പോ സത്യം ഭാരമേറിയതാണ്. സത്യം വിലപിടിപ്പല്ല, സത്യം ഭാരമേറിയതാണ്. സത്യം ഉൾക്കൊള്ളലും സ്വീകരിക്കലും അതിന്റെ വക്താവാകലും പ്രയാസമുള്ള കാര്യമാണ് എന്ന് ഈ സൂറത്തുനിന്ന് കിട്ടും. എങ്ങനെയാ കിട്ടുക? സബർ ശരിയാണ്, ബറക്കല്ലാഹു ഫീക്കും. സബർ പറഞ്ഞു, പക്ഷെ അതല്ല നമ്മൾ പറഞ്ഞിരുന്ന വജ്ഹ് അതല്ല. ആയിക്കോട്ടെ, നിങ്ങൾ സമ്മാനത്തിന് അർഹമാണ് അല്ലെ. കാരണം ഭാരമുള്ള ഒരു സംഗതിയിൽ എന്ത് വേണ്ടിയിട്ടുള്ളൂ? ക്ഷമ വേണ്ടിയിട്ടുള്ളൂ. നല്ല എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യത്തിന് ക്ഷമ ആവശ്യമില്ല. ബറക്കല്ലാഹു ഫീക്കും. നിങ്ങളുടെ പേരെന്താണ്? അഷ്റഫ്. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. മാഷാ അല്ലാഹ്. എന്നാൽ നമ്മൾ പറഞ്ഞിരുന്നതല്ല, വേറൊരു കാരണം പറഞ്ഞു. സത്യം സ്വീകരിക്കുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ്, ഭാരമുള്ളതാണ് എന്നത് ഈ സൂറത്ത് നമുക്ക് മനസ്സിലാവും. നമ്മളിപ്പോ പറഞ്ഞ എന്താ? സത്യം ഭാരമുള്ളതാണെന്നുള്ളതിന് ഈ ആയത്തിൽ ഒരു തെളിവുണ്ട്. അതെന്താ തെളിവ്? സത്യം ഭാരമുള്ളതാണ്. ഞാൻ നിങ്ങളെന്നത് പറയും, നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമമാണ് ഇൻഷാ അല്ലാഹ്. അതായത് ഞങ്ങളോട് പറയണം, പിന്നെ നിങ്ങള് 10 ഉറുപ്യ ടേബിൾ മണ്ട് എടുത്തോളിയാർ. അത് നിങ്ങൾ എടുക്കൂലേ? എടുക്കും. എന്നാൽ അത് ഞങ്ങളോട് പറയണോ? എന്നാ ഒരു കാര്യം അത് നിങ്ങൾ ചെയ്താൽ ഈ 10 ഉറുപ്യ എടുത്തോളി പറഞ്ഞാൽ അപ്പൊ ചിലപ്പോ ഇപ്പൊ ചെയ്യണ്ടേ എന്ന് തോന്നും അല്ലെ. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാം, അല്ല അത് ചെയ്തോളി, അത് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ച് മെനക്കെട്ടാലും ഈ 10 ഉറുപ്യ കിട്ടലാണ് ലാഭം എന്നൊക്കെ കുറച്ച് നിങ്ങളെ പറഞ്ഞ് ചാടിച്ചാലേ കാരണം പിന്നെ നിങ്ങൾ ചെയ്യാം.
അല്ലെ? അപ്പോ അതിന് ഒരു സംഗതി ഭാരമുണ്ടെങ്കിൽ എന്ത് വേണമെന്ന് മനസ്സിലാവും. ഭാരമുള്ള സംഗതി ചെയ്യണമെങ്കിൽ എന്ത് വേണം? എന്ത് വേണം? എന്ത് വേണം? അതല്ല ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് ചെയ്യാൻ തോന്നിയത്. ഇല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് ചെയ്യാൻ തോന്നി. തവാസി വേണം, പരസ്പരം ഉപദേശം വേണം. അതായത് ഭാരമുള്ള പ്രയാസമുള്ള ഒരു കാര്യമാകുമ്പോഴേ അതിന് എന്താ ആവശ്യമുള്ളൂ? ചെയ്തോളിട്ടോ, നല്ലതാണ്, അത് പറഞ്ഞ അനുസരിച്ചോ, കേട്ടോ, അല്ലെ? എന്താണ് മുതിർന്നവരുടെ വാക്ക്? അങ്ങനത്തെ പറയില്ലേ? ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. അപ്പൊ ആദ്യം കഴിച്ചത് എന്തുകൊണ്ടാ? ചെയ്യല് പ്രയാസമാണ്. അപ്പൊ ഇത് പറഞ്ഞ് ഉപദേശിച്ച് ചെയ്യിപ്പിക്കണം. എന്നാൽ എളുപ്പമുള്ള സംഗതിയാണെങ്കിലോ അത് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് ലാഭമുള്ളതാണ്, നമ്മൾ ചെയ്യും, ആരും പറയേണ്ട ആവശ്യമില്ല. അപ്പൊ സത്യം സ്വീകരിക്കുക, അതിന്റെ വക്താവുക എന്നത് എപ്പോഴും കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് എന്തിന്റെ ആവശ്യം വരുന്നത്? ഉപദേശത്തിന്റെ ആവശ്യം വരുന്നത്. പരസ്പരം ഉപദേശത്തിന്റെ ആവശ്യം വരുന്നത് അതുകൊണ്ടാണ്. അപ്പോ പരസ്പരം ഉപദേശിക്കാൻ പറഞ്ഞ് നമുക്ക് മനസ്സിലാവും എന്ത്? സത്യം സ്വീകരിക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണെന്ന് മനസ്സിലാവും. ഇനി അതുപോലെ തന്നെ ഈ ആയത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് ദേഹേച്ഛകൾ. നേരെ പറഞ്ഞല്ലോ, ദേഹേച്ഛകൾ വെടിയുക എന്നതിന് ക്ഷമ വളരെ അത്യന്താപേക്ഷികമാണ്, അല്ലെ? നല്ല സ്വഭാവം ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ, നന്മകൾ ചെയ്യണമെങ്കിൽ, നന്മയുടെ മാർഗത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ വെറുപ്പുള്ള കുറെ സംഗതികൾ നീടും സഹിച്ച് ക്ഷമിച്ച് നിൽക്കേണ്ടി വരും. അതിനുള്ള ഹദീസ് ഉണ്ട്. എന്താ ഹദീസ്? ആരാ പറയാ? മലയാളം പറഞ്ഞാലും മതി. ഹുഫ്ഫത്തിൽ ജന്നതു ബിൽ മകാരിഹ് വഹുഫ്ഫത്തിൻ നാറു ബിശ്ശഹവാത്ത്. സ്വർഗം വെറുപ്പുള്ള കാര്യങ്ങളെ കൊണ്ട്, വെറുപ്പുള്ള കാര്യം എന്താ? മനുഷ്യന്റെ മനസ്സിനും ചെയ്യാൻ മടുപ്പാണ്, വെറുപ്പാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് വലയം ചെയ്യപ്പെട്ടതാണ് സ്വർഗം. ഇനി നരകോ? ഹുഫ്ഫത്തിൻ നാറു ബിശ്ശഹവാത്ത്. ദേഹേച്ഛകൾ കൊണ്ട് വലയം ചെയ്യപ്പെട്ടതാണ് നരകം. ദേഹേച്ഛകൾ അനുസരിച്ച് സ്വബറില്ലാതെ ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കാതെ അങ്ങനെ പോയാൽ നേരെ നരകത്തിൽ ചെന്നാട് ചാടും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ക്ഷമയോടുകൂടി ഇതിൽ ഉറച്ചു നിന്ന് ആ വെറുപ്പുള്ള കാര്യങ്ങളെ സഹിച്ചും ക്ഷമിച്ചും ജീവിതത്തിൽ നിലകൊണ്ടാൽ അവിടെ എന്ത് ചെയ്യും? നന്മയുടെ മാർഗത്തിൽ ക്ഷമയോടുകൂടി ഉറച്ചു നിന്നാൽ സ്വർഗത്തിലെത്താം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇനി നമ്മൾ ഇതില് എന്ന് പറഞ്ഞു, അല്ലെ? സത്യം കൊണ്ടുള്ള പരസ്പര ഉപദേശവും ക്ഷമ കൊണ്ടുള്ള പരസ്പര ഉപദേശവും. ഇത് ശരിക്ക് ഈ രണ്ട് കാര്യങ്ങൾ, അതിൽ സത്യം കൊണ്ടുള്ള ഉപദേശം എന്ന് പറഞ്ഞതും ക്ഷമ കൊണ്ടുള്ള ഉപദേശം എന്ന് പറഞ്ഞതും മനുഷ്യർ തെറ്റാൻ കാരണമാകുന്ന മാർഗങ്ങൾ രണ്ട് മാർഗമേ ഉള്ളൂ. ഒരു മനുഷ്യർ വഴി തെറ്റാൽ രണ്ടാലൊരു രീതിയിലായിരിക്കും, അല്ലെങ്കിൽ രണ്ട് രീതികളിലൂടെ ആയിരിക്കും. ആ രണ്ട് രീതികളുടെയും വാതിലടക്കുകയാണ് ശരിക്കും എന്ത്? ക്ഷമ കൊണ്ടുള്ള ഉപദേശം, സത്യം കൊണ്ടുള്ള ഉപദേശം. അതേതാണ്? മനുഷ്യർ തെറ്റുന്ന രണ്ട് വഴികൾ, രണ്ട് രീതികൾ. രണ്ടാലൊരു രീതിയിലാണ് മനുഷ്യർ തെറ്റുക സത്യത്തിൽ നിന്ന്. രണ്ടാലൊരു സംഗതികൾക്ക് വിധേയരായിട്ടാണ് മനുഷ്യർ തെറ്റിപ്പോവുക. ഏതാണ്? അത് രണ്ട് വഴിയാണ്. നമ്മൾ പറയുന്നത് രണ്ടാലൊരു സംഗതികൾക്ക് വിധേയരായിട്ടാണ് മനുഷ്യർ എന്ത് ചെയ്യുക? തെറ്റിപ്പോവുക. ശരിയായ മാർഗത്തിൽ നിന്ന് അത് ഒരു തെറ്റ് വിശ്വാസത്തിലാണ്. വിശ്വാസത്തിൽ നിന്ന് മനുഷ്യർ തെറ്റും. എന്തിലൂടെ മനുഷ്യർ ശരിയായ വിശ്വാസത്തിൽ മനുഷ്യർ എന്തിലൂടെ തെറ്റുക? ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ബിദ്അത്തിൽ എങ്ങനെ മനുഷ്യർ അകപ്പെടുക? എന്തിലൂടെ മനുഷ്യർ ബിദ്അത്തിലേക്ക് പോവുക? വ്യതിയാനങ്ങളിലേക്ക് പോവുക? അതല്ല ഇതിന്റെ ഉത്തരം. അത് ഇതിന്റെ ഒരു ഭാഗം മാത്രമാണ്. അതായത് ശുബ്ഹാത്ത്, വിശ്വാസത്തിൽ നിന്ന് ആളുകൾ തെറ്റുക ശുബ്ഹാത്തുകളിലൂടെയാണ്. എന്താ ശുബ്ഹാത്ത് പറഞ്ഞാൽ? വിശ്വാസത്തെ ബാധിക്കുന്ന സംശയങ്ങൾ. മനസ്സിലായില്ലേ? അള്ളാഹുവിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ. ഇസ്ലാമിന്റെ വിശ്വാസമാണ്, അഖീദയാണ്. ഇതിൽ നിന്ന് ഒരാൾ തെറ്റുക. എങ്ങനെ ഒരാൾ തെറ്റുക? കള്ളു കുടിക്കണം, അതുകൊണ്ട് അതിന് തെറ്റോ? ഒരാൾക്ക് വ്യഭിചരിക്കണം, അതുകൊണ്ട് വിശ്വാസം തെറ്റോ? ഇല്ല. അത് തെറ്റാൻ പിന്നെ എങ്ങനെ വളഞ്ഞു കുറെ ഒരു കാരണങ്ങളായി മാറുകയൊക്കെ ചെയ്യും, അല്ലെ? പക്ഷെ അടിസ്ഥാനപരമായി അതിലൂടെ നേരം ചെയ്യൂല, തെറ്റൂല. എന്നാൽ എങ്ങനെ തെറ്റും? ഒരായത്ത് ഒരു മൗലിയർ ഓതി. ഏതാണ് ആയത്ത്? അപ്പോ എന്താ ആയത്തിന്റെ അർത്ഥം വെച്ചത്?
നിന്റെ മുമ്പ് നാം അയച്ച പ്രവാചകന്മാരോട് നീ ചോദിക്കൂ. അപ്പൊ അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള തെളിവായി. ഈ ആയത്ത് കേട്ടിട്ട് മനുഷ്യൻ ചെയ്യും? വിശ്വാസത്തിൽ നിന്ന് തെറ്റും. ഒരു സഹാബി റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് വന്ന് റസൂലുള്ളാഹിനോട് ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യും? ഒരു മനുഷ്യൻ അത് കേട്ടിട്ട് വിശ്വാസത്തിൽ നിന്ന് തെറ്റും. ഇങ്ങനെയുള്ള വിശ്വാസത്തെ ബാധിക്കുന്ന സംശയങ്ങൾ, ചോദ്യങ്ങൾ, അതിനാണ് ശുബ്ഹാത്ത് എന്ന് പറയാം. ശുബ്ഹാത്ത് മനസ്സിലായില്ലേ? ഈ ശുബ്ഹാത്തിനെ നമ്മൾ എതിരിടേണ്ടത് എന്തുകൊണ്ടാ? തെളിവുകൾ കൊണ്ടാണ്, ഹക്ക് കൊണ്ടാണ്. സത്യം എന്താണോ ആ സത്യമാണ് അവിടെ. അപ്പോൾ അതിന്റെ ഹക്ക് എന്താന്ന് വെളിവാക്കണം. അത് സ്വഹാബിയല്ല വന്നത്. ആ ഹദീസിന്റെ സനദ് സ്ഥിരപ്പെട്ടിട്ടില്ല, അത് ദഈഫാണ്, ദുർബലമാണ്. ഇനി സ്ഥിരപ്പെട്ട് എന്ന് വിചാരിച്ചാൽ തന്നെ സ്ഥിരപ്പെട്ടൊരു സനദ് ഉണ്ട് എന്ന് കരുതിക്കോളി. എന്നാലും ഇവിടെ വന്നത് സ്വഹാബിയാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. അത് ഏതോ ഒരു മനുഷ്യന് വന്ന് ചോദിച്ചതാണ്. അത് സ്വഹാബത്തിന് അനുമതി കൊടുത്തിട്ടില്ല, സ്വഹാബിമാർ അറിഞ്ഞിട്ടില്ല, അത് അംഗീകരിക്കപ്പെട്ടു പോകുന്ന വസ്തുതയല്ല. പിന്നെ ഇത് സ്ഥിരപ്പെട്ട ഒരുപാട് പ്രാമാണിക വചനങ്ങൾക്കെതിരാണ്. അപ്പൊ ഈ ഹക്ക് അവിടെ വന്നപ്പോ ആ ശുബ്ഹത്ത് എന്തായി? അവിടെ നീങ്ങി. വസ്അൽമൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ എന്ന ആയത്തിന്റെ അർത്ഥം മുൻകഴിഞ്ഞ പ്രവാചകന്മാരോട് വിളിച്ചു പ്രാർത്ഥിക്കലല്ല. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർ ദഅവത്ത് നടത്തിയ തൗഹീദ് എന്താണെന്നുള്ളത് നീ മനസ്സിലാക്കൂ എന്നുള്ളത് അതിന് അർത്ഥമുള്ളൂ. മനസ്സിലായി? ആ അർത്ഥമേ അതിനുള്ളൂ. ഇതിന് ഈ ആയത്തിന് വിശദീകരിച്ച മുഫസ്സിരീങ്ങൾ ആരും അങ്ങനെ വിശദീകരണം നൽകിയിട്ടില്ല. സലഫുകൾ ആരും അങ്ങനെ ഒരു അർത്ഥം മനസ്സിലാക്കിയിട്ടില്ല. ഈ ആയത്ത് കൊണ്ട് അമല് ചെയ്ത ഉമ്മത്തിൽ ആരും കാന്തപുരം നബി അബൂബക്കർ റസൂലുള്ളാഹിന്റെ മുമ്പ് 1600 കൊല്ലം ജീവിച്ച മുസ്ലിമുകൾക്ക് ആർക്കും ആയത്തിന് അങ്ങനെ അർത്ഥം ഉണ്ടെന്ന് മനസ്സിലായിട്ടില്ല. അപ്പൊ ആ ഹക്ക് അവിടെ തെളിഞ്ഞപ്പോ എന്തായി? ആ ശുബ്ഹത്തോടെ നീങ്ങി. അപ്പൊ വിശ്വാസത്തെ ബാധിക്കുന്ന വ്യതിയാനങ്ങൾ, സംശയങ്ങൾ, ചോദ്യങ്ങൾ, ഇതിനാണ് ശുബ്ഹാത്ത് എന്ന് പറയാം. ആ ശുബ്ഹാത്തിനെ എതിരിടേണ്ടത് എന്തുകൊണ്ടാണ്? ഹക്ക് കൊണ്ടാണ്. അതാണ് വതവാസൗ ബിൽ ഹക്ക്. ഇനി മനുഷ്യന്മാർ തെറ്റുന്ന ഒരു വഴി വിശ്വാസത്തിന്റെ മേഖലയാണ്. രണ്ടാമത്തെ ഒരു വഴി മനുഷ്യന്മാർ തിന്മകളിലേക്ക് പോകലാണ്. വിശ്വാസ വ്യതിയാനങ്ങളല്ല, മനുഷ്യരുടെ ദേഹേച്ഛപരമായ തിന്മകൾ, പണത്തോടുള്ള മോഹം, ലൈംഗികമായ തിന്മകൾ, ദേഷ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അത് ദേഷ്യം ഒരു മനുഷ്യനെ കൊല്ലുന്നതിലേക്ക് വരെ എത്തും. ലൈംഗികമായ വികാരങ്ങൾ, വ്യഭിചാരം, അതിന്റെ അപ്പുറം പീഡനം വരെ എത്തും. അതുപോലെ സമ്പത്തിനോടുള്ള ആർത്തി, ഒരു മനുഷ്യന്റെ സമ്പത്ത് അപഹരിച്ചെടുക്കാൻ, അവകാശമില്ലാത്ത സമ്പത്ത്, ഹക്കും ബാത്തിലും നോക്കാതെ മറ്റുള്ള സമ്പത്ത് അപഹരിച്ചെടുക്കാൻ, കൊള്ളയടിക്കാൻ, മോഷ്ടിക്കാൻ, അതിലേക്ക് വരെ എത്തും. അങ്ങനെ അതൊക്കെ എന്താണ്? ഷഹവാനിയായ തിന്മകളാണ്, ദേഹേച്ഛപരമായ തിന്മകളാണ്. അപ്പൊ ദേഹേച്ഛപരമായ തിന്മകൾക്കുള്ള അതിനെതിരിടേണ്ടത് എന്തുകൊണ്ടാ? സബ്ർ കൊണ്ടാണ്. അതാണ് വതവാസൗ ബിസ്സബ്ർ. ദേഹേച്ഛകൾക്ക് അടിമപ്പെടാതെ ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കണം. ഇനി ഹക്ക് രണ്ടിലും ഉണ്ട്. ഈ ക്ഷമയോടുകൂടി ദേഹേച്ഛകൾക്ക് അടിമപ്പെടാതൊക്കെ ഹക്കാണ്, സംശയമൊന്നുമില്ല. ഇനി ശരിയായ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കലും എന്താണ്? സബ്റാണ്. അപ്പൊ ഹക്കും സബ്റും രണ്ടിനും ബാധകമാണ്. പക്ഷെ പ്രഥമമായി ഹക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഈ പറഞ്ഞ വിശ്വാസ വ്യതിയാനങ്ങൾക്കെതിരായി വരുന്ന തെളിവുകൾ സ്ഥാപിക്കുക. പ്രഥമമായി സബ്ർ എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യന്മാർ അകപ്പെട്ടു പോകാൻ സാധ്യതയുള്ള തങ്ങളുടെ ദേഹേച്ഛകൾക്ക് അകപ്പെട്ടു പോയി ഹറാമുകളിലേക്കും തിന്മകളിലേക്കും പോകാൻ സാധ്യതകളിൽ നിന്ന് ക്ഷമയോടുകൂടി മനുഷ്യന്റെ മനസ്സിനെ പിടിച്ചു നിർത്തുക. അപ്പം മനുഷ്യന്മാർ വഴിതെറ്റാൻ സാധ്യതയുള്ള ഒരു വഴി ശുബ്ഹത്താണ്, മറ്റൊരു വഴി ഷഹ്വത്താണ്. ശുബ്ഹത്തിനെ എതിരിടേണ്ടത് ഹക്ക് കൊണ്ടാണ്, ഷഹ്വത്തിനെ എതിരിടേണ്ടത് സബ്ർ കൊണ്ടാണ്. അതാണ് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. മനുഷ്യന്മാർ തെറ്റാൻ സാധ്യതയുള്ള രണ്ട് വഴി അതിലൂടെ എന്ത് ചെയ്യാണ്? അടക്കപ്പെടുകയാണ്. ഒരു മനുഷ്യൻ ചിലപ്പോൾ ശുബ്ഹത്തിനകപ്പെട്ട് തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പൊ അവനെ നമ്മൾ ഉപദേശിക്കണം, ഹക്ക് എന്താണെന്ന് അവനക്ക് ഉപദേശിച്ചു കൊടുക്കണം. അപ്പൊ അവൻ ആ തിന്മകളിൽ നിന്ന് ശുബ്ഹത്തിൽ രക്ഷപ്പെട്ട് ഹക്കിലെത്തും. ഹക്ക് ബോധ്യപ്പെട്ട് ഇസ്തിഖാമത്തിൽ ശരിയായ ദീനിൽ സിറാത്തുൽ മുസ്തഖീം നിലകൊള്ളും. ഒരു മനുഷ്യൻ ചിലപ്പോൾ ദീനിൽ നിന്ന് തെറിച്ചു പോകുന്നത് ഷഹവത്തുകളിലൂടെ ആയിരിക്കും. അവൻ കള്ളുകൂടിയും വ്യഭിചാരവും സിനിമയും സീരിയലും മ്യൂസിക്കും പാട്ടും ഇങ്ങനെയുള്ളൊരു ആ മനുഷ്യന് ഇസ്തിഖാമത്ത് കൊണ്ടുവരുന്ന എന്താ വേണ്ടി? അവിടെ ക്ഷമയാണ് ഉപദേശിക്കേണ്ടത്. ദീനിൽ ഉറച്ചു നിൽക്കാൻ ക്ഷമ ഉണ്ടാക്കി കൊടുക്കണം. അതിനുള്ള ഉപദേശമാണ് അവനക്ക് കൊടുക്കേണ്ടത്. അതാണ് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ എന്ന് പറഞ്ഞാൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലേ? എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ബനൂ ഇസ്രായേൽ സമൂഹം, ഇസ്രായേൽ സന്തതികളിൽ നിന്ന് നേതാക്കന്മാരെ തെരഞ്ഞെടുത്തത്
ഈ രണ്ട് ഗുണങ്ങളിൽ ഉള്ളവരായാണ് അവരിൽ നേതാക്കന്മാരെ തിരഞ്ഞെടുത്തത് എന്ന് അല്ലാഹു സൂറത്തു സജ്ദയിൽ പറയുന്നുണ്ട്. ഏതായത് വജഅൽനാ മിൻഹും അഇമ്മതൻ ബാക്കി യഹ്ദൂന ബിഅംരിനാ. എന്താ ഇതിന്റെ അർത്ഥം? നമ്മുടെ കൽപ്പന കൊണ്ട് സത്യത്തിലേക്ക് സന്മാർഗം കാണിക്കുന്ന നേതാക്കന്മാരെ നാം അവരിൽ നിശ്ചയിച്ചു. നമ്മുടെ കൽപ്പന പ്രകാരം സത്യത്തിലേക്ക് സന്മാർഗം കാണിക്കുന്ന നേതാക്കന്മാർ എന്ത് ചെയ്തു? നാം അവരിൽ നിശ്ചയിച്ചു. എപ്പോഴാണ് നിശ്ചയിച്ചത്? ലമ്മാ സബറു ബാക്കി വകാനൂ ബിആയാതിനാ യുഖിനൂൻ. ബാറകല്ലാഹു ഫീക്കും. നിങ്ങളാണ് ആയത്ത് ഫുള്ള് പറഞ്ഞത്. ലമ്മാ സബറു വകാനൂ ബിആയാതിനാ യുഖിനൂൻ. അവർ ക്ഷമിച്ചപ്പോൾ. അപ്പോ ഷഹ്വാനിയായ തിന്മകളിൽ അകപ്പെട്ടു പോകാതെ ക്ഷമയോടുകൂടി അവർ ഉറച്ചു നിന്നു. വകാനൂ ബിആയാതിനാ യുഖിനൂൻ. നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ഉറച്ചു വിശ്വസിച്ചപ്പോൾ. അതാണ് ഹഖ്. ഹക്കിൽ നിലകൊണ്ടു, ശരിയായ വിശ്വാസത്തിൽ നിലകൊണ്ടു, ഉറച്ച വിശ്വാസമുള്ളവരായി, യഖീനുള്ളവരായി, ഈമാനിൽ ദൃഢതയുള്ളവരായി, അതിൽ വ്യതിയാനം സംഭവിച്ചില്ല. അപ്പൊ ഈ രണ്ടും ഗുണങ്ങൾ അവരിൽ ഉണ്ടായപ്പോൾ അവർ നാം എന്താക്കി? നേതാക്കന്മാരാക്കി. അപ്പൊ റബ്ബ് ദീനിയായ ഭാഗങ്ങളിൽ വിശ്വാസി സമൂഹത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മതപരമായ നേതൃത്വം ഏൽപ്പിക്കൽ ആരെയാണ്? ഈ രണ്ട് ഗുണങ്ങളുള്ളവരെയാണ്. ഈ രണ്ട് ഗുണങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ പിന്നോട്ട് പോയാൽ അവര് ഒന്നിക്ക് നേതൃത്വത്തിലുള്ള സമയത്ത് തന്നെ വഷളായി പോകും, അല്ലെങ്കിൽ ആ നേതൃസ്ഥാനത്ത് നിന്ന് പഠിച്ചവൻ അവരെ മാറ്റും. അതായിരിക്കും ഉണ്ടാവുക. ആ നേതൃസ്ഥാനത്ത്, വിശ്വാസികളുടെ നേതൃസ്ഥാനത്ത് അവർക്ക് നിലനിൽക്കാൻ സാധിക്കുകയില്ല. നമ്മൾ നല്ലോണം പേടിക്കണം. ഇവിടെ നമ്മുടെ നാട്ടിൽ ഹക്കും തൗഹീദും സുന്നത്തും ഒക്കെ മനസ്സിലാക്കിയ, അതിന് തൗഫീഖ് ലഭിച്ച വളരെ ചുരുക്കം ചില ആളുകളാണ്. അതിൽ ഉൾപ്പെടാൻ തൗഫീഖ് ലഭിച്ചവരാണ് നമ്മൾ. ഇതിൽ ഒരു അർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിലൊരു നേതൃത്വത്തിലാണ് നമ്മളുള്ളത്, ദീനിയായ ഒരു നേതൃത്വത്തിലാണ് നമ്മളുള്ളത്. പലപ്പോഴും നമ്മളെ കൂട്ടത്തിൽ തന്നെ കുറച്ച് നേതൃത്വം കൂടുതലുള്ള ആളുകൾ ഉണ്ടാവും, കുറച്ച് ഭാരവാഹിത്വങ്ങളുള്ള ആളുകൾ ഉണ്ടാവും. അവർ വളരെ കൂടുതൽ പേടിക്കണം. ഞാൻ നിങ്ങളെക്കാളൊക്കെ പേടിക്കണം. ഞാൻ ഇങ്ങനെ ക്ലാസ് എടുത്ത് നടക്കുന്ന മനുഷ്യനാണ്. പടച്ചോൻ ഇസ്തിഖാമത്തിൽ നിലനിർത്തുമാറാകട്ടെ. അപ്പോ കാരണം എന്താ? ഈ ക്ഷമ എന്ന് പറഞ്ഞ ഗുണം നമ്മൾ ദേഹേച്ഛകളിൽ അകപ്പെട്ടു പോകാതെ ക്ഷമയിൽ നമ്മൾ ഉറച്ചു നിന്നിട്ടില്ലെങ്കിൽ ഒന്നുകിൽ ഈ അവസ്ഥയിൽ തന്നെ പടച്ചോ നമ്മളെ വഷളാക്കി കളയും. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലെങ്കിലോ ഈ മാർഗത്തിൽ നിന്ന് പടച്ചോ നമ്മളാണ് മാറ്റും. എത്ര ആളുകളുണ്ട് സജീവമായി വർഷങ്ങളോളം ദഅവാ രംഗത്തും ദീനി രംഗത്തും സജീവമായി നിലകൊള്ളുന്നു. പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഒന്നും അല്ലാതാകുന്നു, പെട്ടെന്ന് സുപ്രഭാതത്തിൽ ആകെ വഷളാകുന്നു, പെട്ടെന്ന് സുപ്രഭാതത്തിൽ ദീനി രംഗത്തൊക്കെ ഇല്ലാതെയാകുന്നു, തൗഫീഖ് നഷ്ടപ്പെടുകയാണ്. എന്താ കാരണം? ഈ പറഞ്ഞ എന്തെങ്കിലും പ്രശ്നത്തിൽ അകപ്പെട്ടിട്ടുണ്ടാവും, എന്തെങ്കിലും ഒരു ശുബ്ഹത്തുകളിൽ ശഹവത്തുകളിൽ അവരകപ്പെട്ടു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഇസ്തിഖാമത്തോടു കൂടി നിലനിൽക്കുക എന്നുള്ളത് വളരെ സുപ്രധാനമാണ്. അല്ലാഹു നമ്മെ മരണം വരെ ഇസ്തിഖാമത്തിൽ അടിയുറച്ച് നിലനിർത്തുമാറാകട്ടെ. ഇനി അടുത്ത ഒരു സംഗതി നമുക്കിതിൽ നിന്ന് പഠിക്കാനുള്ള ഈ സൂറത്ത് നമുക്ക് കിട്ടുന്നൊരു ഗുണപാഠം എന്താന്ന് വെച്ചാൽ, അത് മുത്തശാബിഹാത്ത് ഖുർആനിലും മുഹ്കമായ ആയത്തുകളും മുത്തശാബിഹായ ആയത്തുകളും ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ ഒരു വിശദീകരണം ഇതാണ്. അതിന് രണ്ട് വിശദീകരണം ഉണ്ട്, രണ്ട് മൂന്ന് വിശദീകരണങ്ങളുണ്ട്. അതിൽ ഒന്നെന്താണ്? മുത്തശാബിഹ ആയത്ത് പറഞ്ഞാൽ പല അർത്ഥങ്ങൾക്ക് സാധ്യതയുള്ള ആയത്തുകൾ, പല അർത്ഥങ്ങൾക്ക് സാധ്യതയുള്ള ഹദീസുകളും ഉണ്ടാവും, പല അർത്ഥങ്ങൾക്ക് സാധ്യതയുള്ള മുൻഗാമികളുടെ വാക്കുകൾ ഉണ്ടാവും, പല അർത്ഥങ്ങൾക്ക് സാധ്യതയുള്ള പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിനെന്താ ചെയ്യേണ്ടി? മുഹ്കമിലേക്ക് വഹിപ്പിക്കണം അതിനെ. അതായത് പല അർത്ഥത്തിന് സാധ്യത ഉണ്ടാവും. അതില് ചില അർത്ഥങ്ങൾ ബാത്തിലായിരിക്കും, ചില അർത്ഥങ്ങൾ ഹക്കായിരിക്കും. അർത്ഥം ബാത്തിലാണോ ഹക്കാണോ നമ്മൾ എങ്ങനെ പരിശോധിക്കാം? വളരെ കൃത്യമായി അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്ന വേറെ ഒരുപാട് പ്രാമാണിക വചനങ്ങൾ പുറത്തുണ്ട്, വേറെ ഒരുപാട് ഉദ്ധരണികൾ, അതേ പണ്ഡിതന്റെ അതേ മുൻഗാമികളുടെ വാക്കുകൾ ഇപ്പുറത്തുണ്ട്. അപ്പൊ ഇതിനോടൊക്കെ യോജിക്കുന്ന അർത്ഥം എന്താണോ അതാണ് മുഹ്കം. ഇതിനോട് എതിരാകുന്ന അർത്ഥം എന്താണോ അതാണ് മുത്തശാബിഹ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത്, ഫഅമ്മല്ലദീന യത്തബിഊന മാ തശാബഹ മിൻഹു ഇബ്തിഗാഅൽ ഫിത്ന
ഫിത്ന ആഗ്രഹിച്ചുകൊണ്ട് ആളുകളെ പഴപ്പിക്കണം, പ്രശ്നം ഉണ്ടാക്കണം, വിശ്വാസത്തിൽ വ്യതിയാനം ഉണ്ടാക്കണം, ആളുകളെ ബാത്തിലേക്ക് കൊണ്ടുപോകണം, ഷിർക്കിലേക്ക് കൊണ്ടുപോകണം, വ്യതിയാനങ്ങളിലേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എന്ത് ചെയ്യും? മുത്തശാബിഹിനെ പിൻപറ്റും. പല അർത്ഥസാധ്യതയുള്ള ആയത്തുകളിൽ അവർക്ക് വേണ്ട തെറ്റായ അർത്ഥത്തെ പിൻപറ്റും. എന്നാൽ റാസിഖൂന ഫിൽ ഇൽം എന്താ ചെയ്യുക? യഖൂലൂന കുല്ലും മിൻ ഇൻദി റബ്ബിനാ. ഈ ആയത്തും ആയത്തും നമ്മുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ളതാണ്. എന്നിട്ട് ഈ പല അർത്ഥസാധ്യതയുള്ള ആയത്തിനെ മുഹ്കമായ അർത്ഥമുള്ള ആയത്തിനെ കൊണ്ട് വഹിപ്പിക്കും. ആ അർത്ഥത്തിലേക്ക് ഈ ആയത്തിനെ കൊണ്ടുപോകും. ഈ സാധ്യതയുണ്ട്, ആ സാധ്യതയുണ്ട്. അപ്പോ ബാത്തിൽ ആഗ്രഹിക്കുന്ന ആളുകൾ എന്ത് ചെയ്യും? തെറ്റായ അർത്ഥം എടുക്കും. ഹക്കിന്റെ ആളുകൾ എന്ത് ചെയ്യും? ബാക്കിയുള്ള ആയത്തുകളും ഹദീസുകളും എന്തർത്ഥമാണോ പഠിപ്പിക്കുന്നത് ആ അർത്ഥം വെക്കും. അതും ഈ പറഞ്ഞ ശുബ്ഹത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. ശുബ്ഹത്തുമായി ബന്ധമുള്ള ബറക്കല്ലാഹു ഫീക്കും ഒരു ഏരിയ തന്നെയാണ് അതും. ഇനി വേറെയും അർത്ഥങ്ങൾ മുഹ്കം മുത്തശാബിഹിനുണ്ട്. നമ്മളിപ്പോ വിശദീകരിക്കുന്ന സമയമല്ല. സൂറത്തുൽ ബഖറ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അവിടെ സൂറത്ത് ആലി ഇമ്രാൻ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആയത്ത് വരുമ്പോൾ നമുക്ക് അവിടെ ചർച്ച ചെയ്യാൻ ഇൻഷാ അല്ലാഹ്. ഇനി പിന്നെ ഈ സൂറത്തിൽ നമ്മൾ പഠിക്കേണ്ട സുപ്രധാനമായ മറ്റൊരു അത് പരസ്പരം ഓതിയിരുന്നു എന്ന് ചില അസറുകൾ ഉണ്ട്. പിന്നെ ഇതിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു ഗുണപാഠം എന്താന്ന് വെച്ചാൽ, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിക്കാൻ പറഞ്ഞല്ലോ. ഇതില് ഏത് വ്യതിയാനത്തിന്റെ വക്താക്കളാണെങ്കിലും അവരൊക്കെ പരസ്പരം ക്ഷമിക്കാൻ ഉപദേശിക്കും എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സാദിൽ 6-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. അതായത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വിഗ്രഹാരാധകരായിരുന്ന ആളുകൾ അവർ പരസ്പരം ഉപദേശിച്ച കാര്യം അല്ലാഹു പറയുന്നുണ്ട്. എന്താ അവർ പരസ്പരം പറഞ്ഞിരുന്നത്? അനിംഷു വസ്ബിറു അലാ ആലിഹതികും. അല്ലെ, വസ്ബിറു. പിന്നെ എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾ നടന്നു പോവുക, നിങ്ങളുടെ ഇലാഹുകളിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക, നിങ്ങളുടെ ഇലാഹുകളിൽ നിങ്ങൾ ക്ഷമ അവലംബിക്കുക. ഇവരെന്ത് ചെയ്യും? ഇവർ നിങ്ങളെ വഴിതെറ്റിച്ച് കളയാതിരിക്കട്ടെ എന്ന് പ്രവാചകന്മാർക്കെതിരെ പടച്ചോൻ അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഉപദേശിച്ചിട്ടുണ്ട്. അപ്പം പരസ്പരം ക്ഷമ കൊണ്ട് ഉപദേശിക്കുക എന്ന് മാത്രം എടുത്തു കഴിഞ്ഞാൽ അത് വിശ്വാസികളുടെ മാത്രം ക്വാളിറ്റി അല്ല. അത് എല്ലാ ബാത്തിന്റെ കക്ഷികളും ആ ഉപദേശം നടത്തും, എല്ലാവരും നടത്തും. നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആൾ ഇതിന് തെറ്റിപ്പോകരുത് വെച്ചിട്ട് എന്ത് ചെയ്യും? ഉറച്ചു നിൽക്കണം, തെറ്റിപ്പോകരുത്, ഒരു വഹാബിയാള് മറ്റൊരു മറിച്ച് നിറഞ്ഞിട്ട് എന്ത് ചെയ്യും? അങ്ങനെ എല്ലാ ടീമും അവരുടെ വഴിയിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി പരസ്പരം ഉപദേശിക്കും. ഇനി രണ്ടാമത്തത്, അപ്പൊ ഇനി ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിച്ചോണ്ട് മാത്രം കാര്യമില്ല. എന്തുകൊണ്ടും കൂടി ഉപദേശിക്കണം? ഹക്ക് കൊണ്ടുകൂടി പരസ്പരം ഉപദേശിക്കണം. ഹക്ക് കൊണ്ടുകൂടി പരസ്പരം ഉപദേശിക്കണം. ഇനി ഹക്കുണ്ട്, ഹക്ക് കൊണ്ട് ഉപദേശിച്ചിട്ടുണ്ട്, ക്ഷമ കൊണ്ട് ഉപദേശിച്ചിട്ടില്ല, ഇസ്തിഖാമത്തിൽ നിൽക്കാൻ കഴിയൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അല്ലേ എന്ത് ചെയ്യൂല? പിന്നെ പ്രയാസങ്ങൾ അനുഭവിക്കാതെ, കഷ്ടതകൾ അനുഭവിക്കാതെ, പരീക്ഷിക്കപ്പെടാതെ നിങ്ങൾ വെറുതെ വിട്ടുകളയുമെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ചോദിക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ എന്തായാലും ഉണ്ടാവില്ല. അപ്പോ സത്യം സ്വീകരിക്കുന്നു മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൂടി പറയണം? സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ, ക്ഷമയോടുകൂടി നിലനിൽക്കാനുള്ള ഉപദേശം കൂടി ആവശ്യമാണ്. അല്ലെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി അത് പറഞ്ഞതാണ്. അതുപോലെ തന്നെ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ആയത്ത് നമുക്ക് കാണാൻ സാധിക്കും. അവര് സത്യം എന്താന്ന് അവർക്ക് ബോധ്യപ്പെട്ടാലും അവരെന്ത് ചെയ്യും? ആയത്ത് ഓർമ്മയിൽ വരുന്നില്ല. അതൊരായത്തുണ്ട്. വേറൊരു ആയത്തിൽ കുറച്ചും കൂടി ആ ആയത്ത് കറക്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ആശയം തന്നെയാണ് ആയത്തിലുള്ളത്. വേറൊരു ആയത്തുണ്ട്, ഇപ്പൊ പറയാം.
നമ്മൾ പറഞ്ഞ സൂറത്ത് സ്വാദിൽ 6-ാമത്തെ ആയത്താണ് അനിംഷു വസ്ബിറു അലാ ആലിഹതികും ഇന്ന ഹാദാ ലശൈഉൻ യുറാദ്. നമ്മൾ പറഞ്ഞ സൂറത്ത് സ്വാദിലായത്ത് മുശ്രിക്കീങ്ങൾ അവരുടെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആയത്ത്. നിങ്ങൾ നടന്നോളി, ഇതൊന്നും ശ്രദ്ധിക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ ആലിഹത്തിന്റെ വിഷയത്തിൽ ഉറച്ചു നിൽക്കുക, ഇതാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് ഉണ്ടാകേണ്ട കാര്യം എന്നവർ പറഞ്ഞിരുന്നു എന്നാണ്. ഇനി വിശ്വാസികളുടെ കാര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ആയത്ത് പിന്നെ ഇതിൽ നോട്ട് ചെയ്തിട്ടില്ല, അതിൽ മറന്നുപോയി. ഒരു ആയത്തുണ്ട്, ഇതിനിപ്പത് റബ്ബേ പോട്ടെ. ഏതാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, അതായത് ജഅലു ഫിത്നതൻ നാസി കഅദാബില്ലാഹ് എന്ന ആയത്തിലുള്ള ഒരു വാചകം. ജനങ്ങളിൽ നിന്നുള്ള ഫിത്നയെ അള്ളാഹുവിന്റെ ശിക്ഷ പോലെ അവർ കാണും. അവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയൂല. ജനങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പരീക്ഷണം വരുമ്പോഴേക്ക് അവർ ഭയങ്കര എന്തോ ഒരു അദാബ് ഇറങ്ങിയ പോലെ കണ്ടിട്ട് ആ നന്മയിൽ സത്യത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ അവർ അകപ്പെടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഒരിക്കലും ആകാൻ പാടില്ല. എന്ത് വേണം, സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിക്കുമ്പോഴേ, അത് രണ്ടും ഉണ്ടാകുമ്പോഴേ ഹക്കിൽ ഉറച്ചു നിൽക്കാൻ, ശരിയായ മാർഗത്തിൽ നിലനിൽക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ പരസ്പരം ക്ഷമ കൊണ്ട് ഉപദേശിക്കുക എന്ന് പറഞ്ഞല്ലോ, ഇതിൽ നമുക്ക് കിട്ടുന്ന മറ്റൊരു ഗുണപാഠം എന്താ വെച്ചാൽ, പരസ്പരം ഉപദേശിക്കുക എന്ന് പറഞ്ഞതിൽ നിന്ന് തന്നെ പിന്നെ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമാണ്, നമ്മൾ ഈ ഇസ്ലാമിൻ്റെയും മുസ്ലിമീങ്ങളുടെയും ഒക്കെ ഉമ്മത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രയാസങ്ങൾ കൈക്കൊള്ളുക, അതിലുള്ള പ്രയാസങ്ങൾ ഏറ്റുവാങ്ങാനുള്ള ഒരു മനസ്സ് ആർക്കുണ്ടാകണം? വിശ്വാസികൾക്കുണ്ടാകണം അല്ലെ? അത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നൊരു ഗുണപാഠാണ്. ഉമ്മത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, ഉമ്മത്തിന്റെ നന്മയാണ് ഹിദായത്ത്, മുസ്ലിം ഉമ്മത്തിന് ഹിദായത്തിലേക്ക് ക്ഷണിക്കാം. അപ്പൊ അത് നിർവഹിക്കണമെങ്കിൽ എന്ത് വേണം? ഉമ്മത്തിന് വേണ്ടി സഹിക്കാനുള്ള മനസ്സ് നമുക്ക് വേണം അല്ലെ? ഉമ്മത്തിന് വേണ്ടി ക്ഷമിക്കാനുള്ള മനസ്സ് നമുക്ക് വേണം. അപ്പൊ ആ ഒരു മനസ്സ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്നും ശരിക്ക് ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയാണ്. എന്ന് മാത്രല്ല, പിന്നെ നമ്മളെപ്പോഴാണ് നമ്മള് ഒരാളോട് പറയാണ്, അത് വാങ്ങിക്കോ, അത് നല്ല സാധനമാണ്, അല്ലെങ്കിൽ അവിടെ പോയി ആ ഡോക്ടറെ അടുത്ത് പോയിക്കോ, നല്ല ഡോക്ടറാണ്, ഇതെപ്പോഴാണ് നമ്മൾ പറയാ ഒരാളോട്? നമ്മൾ മുൻപ് അത് അനുഭവിച്ചിട്ടുണ്ടാകുമ്പോഴാണ് നമ്മളത് പറയാം. നമ്മളൊരു സാധനം വാങ്ങി, അപ്പൊ നമുക്ക് നല്ല ഉപകാരമുള്ളതായി അനുഭവപ്പെട്ടു, അപ്പൊ നമ്മൾ പറയുന്നത് അത് വാങ്ങിക്കോ, അത് നല്ലതാണ് അല്ലെ? നമ്മൾ അനുഭവിച്ചതാണ് നമ്മൾ മറ്റുള്ളവരോട് എന്ത് ചെയ്യേണ്ടത്? പറയേണ്ടത്. അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമയിലും സത്യത്തിലും ഉറച്ചു നിൽക്കുകയും വേണം. എന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? അത് വേറെ ആൾക്ക് ഉപദേശം നടത്തേണ്ടത് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ആക്ഷേപിച്ചല്ലോ, അല്ലെ, നിങ്ങളെ മറന്നെന്ത് ചെയ്യരുത്? തിൻസൗന അൻഫുസകും, അല്ലെ, നിങ്ങളെ മറന്നുകൊണ്ട് നിങ്ങൾ ബിർറ് പുണ്യത്തെ ഉപദേശിക്കുകയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു. അപ്പൊ അങ്ങനെ ഒരിക്കലും വിശ്വാസികൾക്ക് ആകാൻ പാടില്ല എന്നുള്ളത് നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ടാണ് സൂറത്തുൽ അസ്റിൽ ഈ 4 കാര്യങ്ങൾ പറഞ്ഞപ്പോ കാലത്തെ സത്യം ചെയ്ത് പറയാനുള്ള കാരണം എന്താ? കാരണമല്ല, അതിന്റെ ഹിക്മത്ത് എന്താ? കാരണം അല്ലാഹുവേ അറിയുള്ളൂ. ഹിക്മത്ത് നമുക്ക് പറയാം. കാരണം എന്ന് പറഞ്ഞാൽ എന്താ? കാരണം ഹിക്മത്ത് നമ്മൾ വ്യത്യാസം. കാരണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് റബ്ബ് പറഞ്ഞത് നമ്മൾ ഉറപ്പിക്കണം. നമുക്ക് ഉറപ്പിക്കാൻ ഒപ്പൊന്നുമില്ല. പക്ഷെ അള്ളാഹു ഖുർആനിൽ പറഞ്ഞ ഒരു കാര്യത്തിൽ പല ഹിക്മത്തുകൾ ഉണ്ടാവും, അതിൽ പല യുക്തി രഹസ്യങ്ങൾ ഉണ്ടാവും. അത് നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായില്ലേ? അത് നമുക്ക് പറയാൻ പറ്റും. അപ്പോ അതിലുള്ള ഒരു യുക്തി രഹസ്യമുണ്ട്. അള്ളാഹു ഈ സൂറത്തിൽ 4 കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലെ? ഈ 4 കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് എന്താ? സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കലാണ്. സത്യം കൊണ്ട് ഉപദേശിക്കുക പറഞ്ഞാൽ വിജ്ഞാനം, അറിവ് നേടലാണ്. അറിവ് മനസ്സിലാക്കുക, സത്യം എന്താണെന്ന് മനസ്സിലാക്കുക, അറിയുക, പഠിക്കുക. രണ്ടാമത്തത് എന്താ? സൽക്കർമ്മമാണ്. അപ്പം 1 അറിവാണ്, 2 കർമ്മമാണ്. സത്യം എന്താണെന്ന് അറിയുക, ആ അറിവ് കൊണ്ട് പ്രവർത്തിക്കുക. മൂന്നാമത്തത് ആ അറിയാത്ത ആളുകൾക്ക് ആ സത്യം എത്തിച്ചു കൊടുക്കുക. നാലാമത്തത് ഈ പഠനത്തിലും കർമ്മത്തിലും അതുപോലെ ഈ പ്രബോധനത്തിലൊക്കെ എന്ത് ചെയ്യുക? ക്ഷമ കൈക്കൊള്ളുക. ഈ 4 കാര്യങ്ങൾ ഉള്ളവരാണ് യഥാർത്ഥത്തിൽ പിന്നെ ലാഭം ലഭിക്കുന്നവർ, അല്ലാത്തവരൊക്കെ നഷ്ടക്കാരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയാൻ വേണ്ടിയിട്ട് അസ്ർ കാലത്തെയാണ് സത്യം ചെയ്തത്. എന്തുകൊണ്ടാണ് കാലത്തെ സത്യം ചെയ്തത് എന്നാണ് ചോദ്യം.
ബറക്കല്ലാഹു എല്ലാ കാലത്തേക്കുമുള്ള അടിസ്ഥാനം അതാണ്. ഓക്കെ, അതെ, അതാണ് ബറക്കല്ലാഹു. അതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. കാരണം നമ്മുടെ ജീവിതത്തിന് സാക്ഷിയായത് എന്താ? കാലമാണ്. കാലം നമ്മുടെ ജീവിതത്തിന് സാക്ഷിയാണ് അല്ലെ? നമ്മുടെ ജീവിതം ജീവിച്ചു തീർക്കുമ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്ന കർമ്മങ്ങൾ അത് ലാഭത്തിന്റെ പണിയാണോ നഷ്ടത്തിന്റെ പണിയാണോ? ഇതൊക്കെ സംഭവിക്കുന്നത് ഇവിടെ കാലഘട്ടത്തിലാണ് സംഭവിക്കുന്നത്, കാലത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ബറക്കല്ലാഹു ഫീക്കും. ബാക്കിയുള്ളത് തെറ്റായിട്ടല്ല, ബാക്കിയുള്ളതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ഉത്തരമായിട്ടില്ല. ക്വിസ് മാസ്റ്റർ ഉദ്ദേശിച്ച ഉത്തരം കിട്ടണം, അപ്പോഴേ സമ്മാനം തരുള്ളൂ. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞേ? കാലമാണ് നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഖജനാവ്, നമ്മുടെ കർമ്മങ്ങളുടെ ഖജനാവ് എന്താ? കാലമാണ്. നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാ കർമ്മവും, അത് ദുഷ്കർമ്മമാണെങ്കിലും സൽക്കർമ്മമാണെങ്കിലും അതൊക്കെ എവിടെയാണ് വരുന്നത്? കാലത്തിലാണ് അതൊക്കെ നടപ്പിലാകുന്നത് അല്ലെ? നമുക്ക് നമ്മളെ കയ്യിലുള്ള ഒരു ഖജാന നമുക്ക് സ്വർണം കൊണ്ടും നിറക്കാം, മണ്ണുകൊണ്ടും നിറക്കാം, മണലുകൊണ്ടും നിറക്കാം, അരി കൊണ്ടും നിറക്കാം, എങ്ങനെയും നിറക്കാം. അപ്പം കാലം എന്ന ഖജനാവാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ ഖജനാവിന് നമുക്ക് സൽക്കർമ്മങ്ങൾ കൊണ്ട് നിറക്കാം, ദുഷ്കർമ്മങ്ങൾ കൊണ്ട് നിറക്കാം, അറിവ് പഠിക്കുന്നതിലൂടെ നടക്കാം, അത് പ്രവർത്തിക്കുന്നതിലൂടെ നടക്കാം, അത് പ്രബോധനം ചെയ്യുന്നതിലൂടെ നടക്കാം, അതിൽ ഉറച്ചു നിൽക്കുന്ന ക്ഷമയിലൂടെ നടക്കാം. നേരെ തിരിച്ച് സത്യം എന്താന്ന് മനസ്സിലാക്കാതെ എതിരെന്താന്ന് മനസ്സിലാക്കാൻ പോവാ. മനസ്സിലായി? സത്യം ലക്ഷ്യം വെക്കാതെ ബാത്തിൽ ലക്ഷ്യം വെക്കുക. പിന്നെ സത്യം എന്താന്ന് അറിഞ്ഞാലും അതിനെതിരെ പ്രവർത്തിക്കുക. ഇനി സത്യം എന്താന്ന് മനസ്സിലായാലും അതിന്റെ നേരെ വിപരീതത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുക. എന്നിട്ട് അതിൽ ക്ഷമയോടുകൂടി ഉറച്ചു വെക്കുക. ഇങ്ങനെയൊക്കെ ഒരാൾക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നടപ്പിലാകുന്ന ഇത് എവിടെയാണ്? കാലഘട്ടത്തിലാണ്. അപ്പോ ഇതിനൊക്കെ ആകുന്നത് കാലമാണ്. എന്തുകൊണ്ട് അല്ലാഹു എന്ത് ചെയ്തു എന്ന ഹിക്മത്ത് എന്തിലുണ്ട്? കാലം കൊണ്ട് സത്യം ചെയ്തതിൽ ഉണ്ട് എന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോ അതിന്റെ കാരണം എന്താണ്? അതിന്റെ ഒരു ഹിക്മത്ത് എന്താണ്? കാലം കൊണ്ട് സത്യം ചെയ്യാനുള്ള ഹിക്മത്ത്, കാലമാണ് നമ്മുടെ കർമ്മങ്ങളുടെ ഖജനാവ്, നമ്മുടെ നന്മ തിന്മകളുടെ മുഴുവൻ ഖജനാവ് കാലമാണ്. കാലത്തിലാണ് നമ്മളെല്ലാം നിക്ഷേപിക്കുന്നത്. അതുകൊണ്ട് കാലമാണ് സാക്ഷി, എല്ലാത്തിനും സാക്ഷിയാകുന്നത് കാലമാണ്. അപ്പോ അതാണ് അതിന്റെ ഒരു ഹിക്മത്ത്. പിന്നെ ശരിക്കും ഒരു മനുഷ്യൻ പൂർണ്ണനാകണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ അവനിൽ, ഒരു വ്യക്തി അവൻ സ്വയം പൂർണ്ണനാകണമെങ്കിൽ എന്ത് ചെയ്യണം? അവന്റെ കാര്യത്തിൽ അവൻ പൂർണ്ണനാണെങ്കിൽ രണ്ട് ശേഷിയാണ് അവനക്ക് വേണ്ടത്. രണ്ട് ഖുവത്താണ് ഒരു മനുഷ്യന് വേണ്ടത്. ഒന്ന് അൽ ഖുവ അൽ ഇൽമിയ. എന്തേക്കാരം അങ്ങനെ പറഞ്ഞാൽ? എന്താ അൽ ഖുവത്തുൽ ഇൽമിയ പറഞ്ഞാൽ? വൈജ്ഞാനിക ശേഷി, വിജ്ഞാന ശേഷി വേണം. രണ്ടാമത്തെ എന്തേക്കാരം? ഇൽമുണ്ടെങ്കിൽ പിന്നെ വേണ്ട എന്തേക്കാരം? അൽ ഖുവത്തുൽ അമലിയ അല്ലെ? ഒരു മനുഷ്യൻ വൈജ്ഞാനിക ശേഷിയും കർമ്മശേഷിയും, ഇത് രണ്ടും ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആ മനുഷ്യൻ എന്തായി? ഓന്റെ കാര്യത്തിൽ ഓന് പെർഫെക്റ്റ് ആയി അല്ലെ? ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവനക്ക് എന്തുണ്ടാവണം? ദീനല്ല, എന്ത് കാര്യത്തിലും രണ്ട് കാര്യമാണ് വേണ്ടത്. ആ കാര്യം എന്താണ്, എങ്ങനെയാണെന്ന് കൃത്യമായ അറിവുണ്ടാകണം. അറിവ് മാത്രം പോരാ, അതെങ്ങനെ നിർവഹിക്കാനുള്ള ശേഷിയും, അറിവനുസരിച്ച് നിർവഹിക്കാനുള്ള ശേഷിയും ഉണ്ടാകണം, നിർവഹിക്കുന്നവരുമാകണം. അപ്പൊ ഈ രണ്ട് ഖുവ്വത്ത് ഉണ്ടാകുമ്പോഴാണ് ഒരു മനുഷ്യൻ ഏത് മേഖലയിലും പൂർണ്ണനാകുന്നത്. അപ്പൊ ദീന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിവ് എന്നുള്ള ശേഷി അവനക്ക് വേണം. കർമ്മം ചെയ്യാൻ അത് പ്രാവർത്തികമാക്കാനുള്ള ശേഷിയും അവന് വേണം. പക്ഷെ ഈ രണ്ട് ഖുവ്വത്ത് അല്ലെ, അതില് ഈ വൈജ്ഞാനിക ശേഷി ആണ് എന്ത്? ഈമാൻ എന്താ? ഇല്ലല്ലദീന ആമനൂ എന്ന് പറഞ്ഞാൽ അറിവാണ്. പടച്ചവനെ കുറിച്ചും പരലോകത്തെ കുറിച്ചും ദീനിനെ കുറിച്ചും ഒക്കെയുള്ള അറിവാണ് എന്തായി മാറുന്നത്? ഈമാനായി മാറുന്നത്. അറിവില്ലാതെ എന്തില്ല? ഈമാനില്ല. ഈമാനില്ലാതെ അറിവുകൊണ്ട് കാര്യമില്ല. കുറെ അറിഞ്ഞു, അത് ഈമാനായിട്ടില്ലെങ്കിൽ ജഹാലത്താണ്. അത് ഇൽമല്ല, അത് ജഹാലത്താണ്. അപ്പോ ഈമാൻ ആകണമെങ്കിൽ എന്ത് വേണം? ഇൽമ വേണം, ഇൽമിയ വേണം. പിന്നെ അമലു സ്വാലിഹാത്ത്, അതാണ് എന്താ? ഖുവത്തുൽ അമലിയ, കർമ്മശേഷിയാണ് അമലു സ്വാലിഹാത്ത്. ഇനി അത് രണ്ടും ഉണ്ടെങ്കിൽ ഒരു വ്യക്തി തന്റെ വിഷയത്തിൽ അവൻ പൂർണ്ണനായി. എന്നാൽ
യഥാർത്ഥത്തിൽ അവന്റെ പൂർണ്ണത പിന്നെ പ്രാപിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ വിഷയത്തിലും കൂടി അവൻ എന്താവണം? പൂർണ്ണനാകണം. മറ്റുള്ളവർ പൂർണ്ണരാകല്ല, മറ്റുള്ളവരുടെ വിഷയത്തിൽ അവൻ പൂർണ്ണനാകണം. മറ്റുള്ള വിഷയത്തിൽ പൂർണ്ണരാകാൻ എങ്ങനെ? എന്തോ ഒരു സാധനം വീണല്ലോ, ഇതൊരു പ്രാണി ഫാനും തീർച്ചയാന്ന് തോന്നുന്നല്ലേ. പിന്നെ മറ്റുള്ള വിഷയത്തിൽ പൂർണ്ണലാവൽ എങ്ങനെയാണ്? അത് നമ്മൾ പറഞ്ഞല്ലോ, സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും മറ്റുള്ളവരെ ഉപദേശിക്കുന്നതിലും മറ്റുള്ളവർ കൂടി ഈ മാർഗത്തിൽ എത്താനുള്ള പരിശ്രമത്തിൽ ഏർപ്പെടുന്നതിലൂടെയാണ്. അപ്പോൾ വളരെ ചെറിയ സൂറത്താണെങ്കിലും ഒരു വിശ്വാസി സമൂഹത്തിന്റെ മേന്മയ്ക്ക് വേണ്ടി, അതിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി വിശ്വാസികളിൽ ഉണ്ടാകേണ്ട ഗുണങ്ങൾ മുഴുവൻ എന്തിൽ വന്നു? ഈ സൂറത്തിൽ വന്നു. അല്ലെ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു വിശ്വാസി സമൂഹം ഉന്നതിയിലേക്ക് പോകണമെങ്കിൽ എല്ലാവരും ഈ 4 ഗുണമുള്ളവരായ മതി. ഒരു സമൂഹത്തിലുള്ള എല്ലാവർക്കും ഈ 4 ഗുണങ്ങൾ ഉണ്ടെങ്കിൽ ആ സമൂഹം ഉയർച്ചയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അല്ലെ? കാരണം എല്ലാവരും ആ ഈമാൻ കൂട്ടിക്കൊണ്ടിരിക്കും, സത്യം എന്താണെന്ന് പഠിച്ചുകൊണ്ടിരിക്കും, അറിഞ്ഞുകൊണ്ടിരിക്കും. എല്ലാവരും പഠിച്ചത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും കഴിയുന്ന പോലെ. എല്ലാവരും ആ പഠിച്ചതും അറിഞ്ഞതിലേക്കും പരസ്പരം ഉപദേശിച്ചുകൊണ്ടിരിക്കും, ക്ഷണിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? അറിയാത്തവർ കൂടി അത് അറിയും. അല്ലെ? പിന്നെ അത് മാത്രമല്ല, ആ മാർഗത്തിൽ നിന്ന് ആരെങ്കിലും തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ, വ്യതിരിച്ചു പോകുന്നുണ്ടെങ്കിൽ അവിടെ ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കാനുള്ള ഉപദേശവും അവിടെ ഉണ്ടാവും. അപ്പൊ ഒരു സമൂഹത്തിന്റെ മുഴുവൻ ഇസ്തിഖാമത്തിന് ആ സമൂഹം എന്തായാൽ മതി? ഈ ഒറ്റ സൂറത്ത് പാലിച്ചാൽ മതി. അതാണ് മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞത്, ലൗ തഫക്കറ അന്നാസു ഫീ ഹാദിഹി സൂറ ലകഫത്ഹും. ജനങ്ങൾ ഈ സൂറത്തിനെ കുറിച്ച് ശരിക്കും ആലോചിച്ചിരുന്നെങ്കിൽ അവർക്കത് മതിയായിരുന്നു. ഈ സൂറത്തിനെ കുറിച്ച് ശരിക്കും ജനങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ, തദബ്ബുർ നടത്തിയിരുന്നെങ്കിൽ അവർക്കത് മതിയാകുമായിരുന്നു എന്ന് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാൻ സാധിക്കും. അത് ആ സൂറത്തിന്റെ അർത്ഥം അത്രമേൽ വ്യാപ്തിയുള്ള അർത്ഥമായതുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഒരു സത്യവിശ്വാസി തന്റെ സ്വന്തത്തെ വിലയിരുത്തുമ്പോൾ, തന്നെ പരിശോധിക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ 4 കാര്യങ്ങൾ വെച്ച് പരിശോധിച്ചാൽ മതി. അല്ലെ? ഈമാന്റെ കാര്യത്തിൽ ഞാൻ എവിടെയാണ്? സത്യം അന്വേഷിക്കുന്ന കാര്യത്തിൽ ഞാൻ എവിടെയാണ്? ഈമാൻ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഞാൻ എവിടെയാണ്? അമലു സ്വാലിഹാത്തിന്റെ കാര്യത്തിൽ ഞാൻ എവിടെയാണ്? സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്ന കാര്യത്തിൽ ഞാൻ എവിടെയാണ്? ക്ഷമ കൊണ്ട് പരസ്പരം ക്ഷമയിൽ ഉറച്ചു നിൽക്കുന്ന കാര്യത്തിലും അത് ഉപദേശിക്കുന്ന കാര്യത്തിലും ഞാൻ എവിടെയാണ് എന്നുള്ളത് എന്ത് ചെയ്യാം? നമ്മൾ ഓരോരുത്തരും സ്വന്തം ജീവിതത്തെ കുറിച്ച് പരിശോധിച്ചാൽ അത് മതി. ആത്മവിചാരണ നടത്താൻ ഈ സൂറത്ത് തന്നെ മതി. ഇനി ഇതിൽ നമുക്ക് കിട്ടുന്ന വേറൊരു ഗുണപാടുണ്ട്. വിശുദ്ധ ഖുർആൻ തദബ്ബുർ നടത്തിയാൽ എത്രത്തോളം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റം വരും നമുക്കിത് മനസ്സിലാവും. അല്ലെ? ഈ ഒറ്റ സൂറത്തിൽ നടത്തിയ തദബ്ബുറാണ് നമ്മൾ ഈ പറയണത്. ഇത് വിശുദ്ധ ഖുർആന്റെ നമ്മൾ നടത്തിയ തദബ്ബുറല്ല, നമ്മളെ മുൻഗാമികൾ നടത്തിയ തദബ്ബുർ അതേമാതിരി വായിച്ച് പറയാം, അത്രേ ഉള്ളൂ. അല്ലെ? നമ്മൾ നടത്തിയൊന്നല്ല. അപ്പോ നമ്മൾ വിശുദ്ധ ഖുർആനിലെ ഓരോ സൂറത്തും നമ്മളൊന്ന് ഇരുന്ന് ആലോചിച്ചാൽ എത്രമേൽ നമ്മുടെ ജീവിതത്തിലേക്ക് അതിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനും സമൂഹം എന്നുള്ള നിലക്കും വ്യക്തി എന്നുള്ള നിലക്കും എത്രത്തോളം അതിൽ നമുക്ക് ഗുണപാഠങ്ങൾ കിട്ടാനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇത് സഹായകമാകും. യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞ ഈ ഈമാൻ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞു, അമൽ സ്വാലിഹാത്ത് പറഞ്ഞു, ഇതിനൊക്കെയുള്ള ഒറ്റമൂലിയാണ് ഖുർആനിൽ തദബ്ബുർ നടത്തുക. ഖുർആൻ നമ്മൾ ഇരുന്ന് ചിന്തിച്ച് പാരായണം ചെയ്ത് പഠിക്കാൻ ശ്രമിച്ചാൽ അവിടെ എന്ത് ചെയ്യും? സത്യം എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും, പഠിക്കാൻ പറ്റും. സ്വാഭാവികമായി നമ്മൾ ഈമാൻ വർദ്ധിക്കും. ഈമാൻ വർദ്ധിച്ചാൽ നമ്മൾ സ്വാഭാവികമായും പിന്നെ എന്ത് ചെയ്യും? അമല് ചെയ്യും. അമല് ചെയ്താൽ സ്വാഭാവികമായി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അനുഭവിച്ചത് വേറെയുള്ളവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും. അല്ലെ? അതാണ് ഒത്തവാസോബിൽ ഹഖ്. ഇത് മാത്രമല്ല, അതിൽ നിന്ന് മറ്റുള്ളവർ തെറ്റിപ്പോകുമ്പോൾ ഉറച്ചു നിൽക്കാൻ നമ്മൾ ഉപദേശിക്കുകയും ചെയ്യും. അപ്പോ വിശുദ്ധ ഖുർആനിൽ തദബ്ബുർ നടത്തിയാൽ ഈ പറഞ്ഞ 4ഉം അവിടെ പ്രാവർത്തികമായി. അതാണ് ഇമാം ഷാഫി പറഞ്ഞത്, ലൗ തഫക്കറ അന്നാസു ഫീ ഹാദിഹി സൂറ. ഈ സൂറത്തൊന്ന് ചിന്തിച്ചാൽ മതി. ഈ സൂറത്ത് തദബ്ബുർ നടത്തിയാൽ അത് വിശുദ്ധ ഖുർആനിൽ എല്ലായിടത്തും അത് ബാധകമാണ്. ആ തദബ്ബുർ നമ്മളെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും. എന്താ ഉത്തരം? സത്യം എങ്ങനെയാണ് ഇസ്ലാമിൽ നിശ്ചയിക്കപ്പെടുന്നത്? സത്യം എന്താണെന്ന് എങ്ങനെയാണ് ഇസ്ലാമിൽ നിശ്ചയിക്കപ്പെടുന്നത്? അതെ, അതാണ്. ഏത് വിഷയവും അല്ലാഹു സുബ്ഹാനഹു ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക, കിതാബിലേക്കും സുന്നത്തിലേക്കും മടക്കുക. ഇനി കിതാബും സുന്നത്തും തോന്നിയ പോലെ മടക്കാൻ പറ്റുമോ? എങ്ങനെ മടക്കണം? അലാ ഫഹ്മി സലഫ്,
സലഫുകളുടെ ഫഹം അനുസരിച്ച് മടക്കണം. ആയത്തിനെ ഹദീസിനെ അവരെങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? അതാണ്, അത്രേ ഉള്ളൂ. ക്ലിയർ? ആർക്ക്? ജിന്നുകൾക്കോ? അതോ ബാധകാണ്? കാവും. നരകം സ്വർഗമൊക്കെ അവർക്കും ഉണ്ട്. ഉണ്ട്. അവർക്ക് നരകം, ജിന്നുകൾക്ക് നരകമുണ്ട് എന്നുള്ളത് അഹ്ലുസുന്നയുടെ ഉലമാക്കൾക്കിടയിൽ ഇജ്മാ ഉണ്ട്, ഏകാഭിപ്രായം ഉണ്ട്. അവർക്ക് സ്വർഗമുണ്ടോ എന്നുള്ള വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പൊ നല്ല ജിന്നുകളോ എന്ത് ചെയ്യാ? സ്വർഗം ഇല്ല എന്ന് പറഞ്ഞ അഭിപ്രായ പ്രകാരം നല്ല ജിന്നുകളൊക്കെ എന്ത് ചെയ്യാറും? ഒരു നല്ലവരാണെങ്കിൽ വിചാരണ കഴിഞ്ഞ് നേരെ അള്ളാഹു അവരാണ്ട് മരിപ്പിക്കും, ഇല്ലാതാക്കും. ഭൂരിപക്ഷം പണ്ട് അഹ്ലുസുന്നയുടെ ഉലമാക്കളുടെ അഭിപ്രായം ജിന്നുകൾക്ക് സ്വർഗമുണ്ട്, നല്ല ജിന്നുകൾക്ക് സ്വർഗമുണ്ട് എന്നുള്ളതാണ്. അതാണ് പ്രബലമായ അഭിപ്രായം. അല്ലാഹു അഅലം. പ്രവാചകന്മാർ ജിന്നുകളുടെ ഇടയിൽ ഉണ്ടോ എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല, നോക്കണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? എനിക്ക് ഓർമ്മയില്ല. ജിന്നുകളോ? ജിന്നുകൾ മനുഷ്യന് മുമ്പ് ഇവിടെ ഉണ്ടല്ലോ. ഇബ്ലീസ് ജിന്നിൽ പെട്ടതാണ്. ഇബ്ലീസ് ഇവിടെ ആദ്യം ഉണ്ട്. ഇനി നമ്മളെ വിഷയത്തിൽ നിന്ന് നമ്മൾ ജിന്ന് വരുമ്പോ അപ്പൊ പറയാം, സുഹൃത്ത് ജിന്ന് വരുമ്പോ. അപ്പൊ അത് കഴിഞ്ഞു. ഇനി എന്താ അറിയോ? ഇനി ഈ സൂറത്തിൽ നമുക്കുള്ള അടുത്തൊരു ഗുണപാഠം എന്താന്ന് വെച്ചാൽ, പിന്നെ ഇവിടെ ഒരു ചോദ്യമുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അതിന്റെ ഉത്തരം. അപ്പോ കിട്ടുന്നവർക്ക് സമ്മാനം ഉണ്ടാവും. ചോദ്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ പറയുന്നത് മനുഷ്യൻ നഷ്ടത്തിലാണ്. എന്നിട്ട് പിന്നെ അതിനെന്ത് ചെയ്തു? ഈമാനുള്ളവരും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരും പിന്നെ സത്യം കൊണ്ട് ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിച്ചവരും ഒഴികെന്ന് പറഞ്ഞു. ഇപ്പൊ മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനല്ലേ? അൽ ഇൻസാൻ. ബറക്കല്ലാഹു ഫീക്കും. മനുഷ്യ സമൂഹമാണ് അല്ലെ? അൽ ഇൻസാൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? മനുഷ്യ സമൂഹം എന്നാണ് അർത്ഥം, മനുഷ്യവർഗം എന്നാണ് അർത്ഥം. അതെങ്ങനെ അർത്ഥം കിട്ടി? ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എന്റെ പേര് യാസീനാണ്. ഞാൻ യാസീൻ എന്ന് പറഞ്ഞാൽ യാസീൻ വർഗം എന്നർത്ഥം ഉണ്ടോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെ ഇൻസാന്റെ മനുഷ്യവർഗം എന്നർത്ഥം കിട്ടിയത് എങ്ങനെ? ശേഷം അല്ലദീന ആമനു പറഞ്ഞു. അത് ഓക്കെ, അതാണ് ഇവിടുത്തെ ചോദ്യം. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൽ നിന്നും ഒരു കൂട്ടത്തെ ഒഴിവാക്കാൻ പറ്റൂലല്ലോ. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ കൂട്ടത്തെ ഒഴിവാക്കാൻ പറ്റൂലല്ലോ. അപ്പൊ നിങ്ങൾ പറഞ്ഞ അവിടെ അർത്ഥം എന്താണ്? ഒരു മനുഷ്യനല്ല, മനുഷ്യവർഗം എന്നാണ്. മനുഷ്യവർഗം എന്നാണ് അവിടെ അർത്ഥം. എങ്ങനെ കിട്ടി? ലഫിയോ? ലഫീല് ഒന്നും കിട്ടൂലല്ലോ. ലഫിയ തീർച്ചയായും എന്നുള്ള എല്ലാവരും തീർച്ചയായും ഫി എന്ന് പറഞ്ഞാൽ ഇൽ. ഇന്നറ എന്താ? തീർച്ചയായും. ജിൻസുൽ ഇൻസാൻ എന്നാണ് അർത്ഥം, മനുഷ്യവർഗം അല്ലെങ്കിൽ മുഴുവൻ മനുഷ്യർ എന്നാണ് അർത്ഥം. ആ അർത്ഥം എങ്ങനെ കിട്ടി? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണത്. കുറച്ച് ഉദാഹരണങ്ങളൊക്കെ വെച്ച് പറഞ്ഞാണ്. എന്താ ഉദാഹരണം? എന്താ? അതെ, മുഹമ്മദ് അല്ലാത്ത എല്ലാവരും എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞിരുന്നു. ശരി, അത് നമ്മൾ പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ പിന്നെ ആസാദ് പറഞ്ഞ ആ വിഷയമാണത് അല്ലെ? ഒഴിവാക്കിയാൽ എക്സെപ്ഷൻ ചെയ്താൽ നമുക്ക് എന്ത് മനസ്സിലാവും? അത് മൊത്തത്തിലാണ് പറഞ്ഞത്. മൊത്തത്തിലാണ് പറഞ്ഞതെന്നുള്ളതിന് അത് നമ്മൾ ഇതുകൊണ്ട് എടുക്കല്ലേ. അത് വൈരുദ്ധ്യങ്ങള് വ്യാഖ്യാനിച്ച് ഒപ്പിക്കല്ലേ എന്ന് വെച്ചാൽ എന്താ പറയാ? വൈരുദ്ധ്യങ്ങൾ വ്യാഖ്യാനിച്ച് ഒപ്പിക്കല്ലേ വെച്ചാൽ എന്താ നമ്മൾ പറയാ? അതിനുള്ള ഉത്തരമുണ്ട്, അതിന് കൃത്യമായ ഉത്തരമുണ്ട്. അങ്ങനെ ആ എക്സെപ്ഷൻ മാത്രം എടുക്കണ്ട, ഒഴിവാക്കിയത് മാത്രം എടുക്കാതെ തന്നെ നമുക്ക് എന്ത് കിട്ടും? അൽ ഇൻസാൻ, അൽ അലിഫ്ലാം. അലിഫ്ലാമിൽ നിന്നാണ് എന്തർത്ഥം കിട്ടുന്നത്? മുഴുവൻ മനുഷ്യരും എന്നർത്ഥം കിട്ടുന്നത്. അതിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിരുന്നു. സൂറത്തുൽ ഫാത്തിഹയിൽ അൽഹംദു എന്താ അർത്ഥം? സർവസ്തുതിയും. ഹംദ് എന്ന് പറഞ്ഞ സ്തുതി എന്ന് അർത്ഥമുള്ളൂ. സർവ്വം എവിടുന്ന കിട്ടി? അൽ, അല്ലെന്നാ കിട്ടിയത്. അല്ലെന്നാണ് സർവം കിട്ടിയത്.
മനസ്സിലായില്ലേ? മുഴുവൻ എന്നർത്ഥം കിട്ടിയത്. സർവവ്യാപ്തി എന്നർത്ഥം കിട്ടാൻ വേണ്ടി, വ്യാപ്തിയുടെ അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് വരും? അതിനാണ് ഇസ്തിഗ്റാഖ് എന്ന് പറയാം. വ്യാപ്തി, ആ ഒരു അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അലിഫ്ലാം ഉപയോഗിക്കും. അപ്പൊ അൽ ഇൻസാൻ എന്ന് പറഞ്ഞാൽ മുഴുവൻ മനുഷ്യരും എന്നാണ് അർത്ഥം. അതുപോലെ ജിൻസിന്റെ അർത്ഥം, ജിൻസ് പറഞ്ഞ വർഗം എന്നർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അലിഫ്ലാം ഉപയോഗിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ എന്താണ്? ഇസ്തിഗ്റാഖിന്റെ മുഴുവൻ എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് അലിഫ്ലാം ഉപയോഗിച്ചു. അൽ ഇസ്തിഗ്റാഖിയ, സർവ്വവ്യാപകമായ അല്ല് എന്നാണ് അതിൽ പറയാം. അത് വന്നു കഴിഞ്ഞാൽ അവിടെ ഉമൂമിന്റെ അർത്ഥം കിട്ടുന്നതാണ്, പൊതു അർത്ഥം, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന അർത്ഥം. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് അസ്സാരിഖു വസ്സാരിഖതു ഫഖ്തഉ ഐദിയഹുമാ എന്ന് പറഞ്ഞു അല്ലെ. പിന്നെ മോഷ്ടിച്ച പുരുഷനും മോഷ്ടിച്ച സ്ത്രീയും അവരുടെ രണ്ടുപേരുടെ കൈകൾ. അപ്പൊ മോഷ്ടിച്ച ഒരാളുടെ മുറിച്ച കഴിഞ്ഞ ആയത്ത് പ്രാവർത്തികമായോ? മോഷ്ടിച്ച എല്ലാവരും പെടും. മോഷ്ടിച്ച എല്ലാവരും അല്ല, അതിന്റെ കണ്ടീഷൻസ് ഉണ്ട്, ഹദീസിൽ സ്ഥിരപ്പെട്ട കണ്ടീഷൻസ് ഉണ്ട്. അത് പാലിക്കപ്പെട്ട എല്ലാവരും അതിൽ പെടും. ആ എല്ലാവരും ഇവിടുന്ന് കിട്ടിയ അസ്സാരി അലിഫ്ലാം. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയാണ്. അത് ഇസ്തിഗ്റാഖിന്റെ അല്ലല്ല. അതായത് അല്ല് പല അർത്ഥത്തിൽ വരും. അതിൽ ഒരു അർത്ഥമാണ് ഇസ്തിഗ്റാഖ്, അതിൽ വേറെ അർത്ഥമാണ് അഹ്ദ് എന്ന് പറയും. അഹ്ദ് പറഞ്ഞ ഒരു പ്രത്യേകം, നമ്മൾ മനസ്സിൽ കണ്ട ഉദ്ദേശിച്ച ഒരു പ്രത്യേക വസ്തു, അതാണ് അഹ്ദ്. ഇപ്പം ഏതുപോലെ പിന്നെ എന്താണ് മറ്റേ ഇന്ന മഅൽ ഉസ്രി യുസ്ര എന്ന് പറഞ്ഞ ആയത്തുണ്ടല്ലോ. അപ്പോ ഫഇന്ന മഅൽ ഉസ്രി യുസ്ര, ഇന്ന മഅൽ ഉസ്രി യുസ്ര, ആ സൂറത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞോ? ഇല്ല, കണ്ടില്ല. അത് സൂറത്ത് എടുക്കുമ്പോൾ വരും. അവിടെ ഉസ്ർ രണ്ടെട്ടം പ്രയോഗിച്ചു, യുസ്റും രണ്ടെട്ടം പ്രയോഗിച്ചു. പക്ഷെ ഉസ്ർ പ്രയോഗിച്ചത് അൽ ഉസ്ർ എന്ന് പറഞ്ഞാൽ പ്രയാസം എന്നർത്ഥമുള്ള ഉസ്ർ, അത് പ്രയോഗിച്ചത് അലിഫ്ലാം ഇട്ടിട്ടാണ്. യുസ്ർ പ്രയോഗിച്ചത് അലിഫ്ലാം ഇടാതെയാണ്. അതിൽ നിന്ന് പണ്ഡിതന്മാർ എടുത്ത ഒരു ഹിക്മത്ത് ഉണ്ട്, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു. അപ്പം അൽ ഉസ്ർ എന്ന് ആദ്യം പറഞ്ഞു, അപ്പൊ ഒരു പ്രയാസം, അത് എല്ലാ പ്രയാസവും പെട്ടു. ആദ്യത്തെ ഉസ്റിൽ എന്ത് ചെയ്തു? എല്ലാ പ്രയാസവും പെട്ടു. രണ്ടാമത്തെ അൽ ഉസ്ർ എന്താ? തൊട്ട് മുമ്പ് പറഞ്ഞ ആ പ്രയാസം, തൊട്ട് മുമ്പ് പറഞ്ഞ അതാണ് അഹദിന്റെ അല്ല്. ദ എന്ന് നമ്മൾ പ്രയോഗിക്കുമ്പോ എന്താ? തൊട്ട് മുമ്പ് ഇംഗ്ലീഷിൽ TH ദ പ്രയോഗിക്കണം. എന്താ? തൊട്ട് മുമ്പ് പറഞ്ഞതിനെ ഉദ്ദേശിക്കുമ്പോഴാണ് അതേ അർത്ഥമാണ് അവിടെ അല്ലിനുള്ളത്. എന്നാൽ യുസ്റിന് അലിഫ്ലാം ഇടാതെ പറഞ്ഞു. അത് നമുക്ക് മനസ്സിലാകുന്നത് എന്താ? രണ്ടും വേറെ വേറെയാണ്. തൊട്ട് മുമ്പ് പറഞ്ഞ യുസ്രല്ല പിന്നെ പറഞ്ഞത്, രണ്ടും വേറെ വേറെ യുസ്രാണ്. മനസ്സിലായോ? തൊട്ട് മുമ്പ് ഒരു എളുപ്പം പറഞ്ഞു, പിന്നെ പറഞ്ഞു വേറെ എളുപ്പം. അപ്പൊ പ്രയാസം എന്ന് പറഞ്ഞ രണ്ടും ഒന്നാണ്, യുസ്ർ എന്ന് പറഞ്ഞ രണ്ടും രണ്ടാണ്. അപ്പൊ ഒരു പ്രയാസത്തിന്റെ കൂടെ രണ്ടെളുപ്പം, ഒരു പ്രയാസത്തിന്റെ കൂടെ രണ്ടെളുപ്പം. അതാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുണ്ട്, ഏത് പ്രയാസത്തിന്റെ കൂടി രണ്ടെളുപ്പമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞ കാണാൻ സാധിക്കും. അപ്പോ അതൊക്കെ എടുത്തത് എങ്ങനെ? അവിടെ നിങ്ങൾ പറഞ്ഞ അഹദിന്റെ അല്ലാണ്. അത് ഒരു പ്രത്യേകം എന്ന് സൂചിപ്പിക്കാനുള്ള അല്ല് പല അർത്ഥത്തിൽ വരും. അതിൽ ഒരു അർത്ഥമാണ് ഇസ്തിഗ്റാഖ്, സർവ്വവ്യാപനത്തിന്റെ അർത്ഥം. വേറെ അർത്ഥമാണ് ജിൻസ്, വർഗത്തെ കുറിക്കുന്ന അർത്ഥം. വേറെ അർത്ഥമാണ് അല്ലദീ എന്നുള്ള അർത്ഥം, മൗസൂലിന്റെ അർത്ഥം എന്ന് പറയും, പിന്നെ വിശദീകരിക്കാം. വേറെ അർത്ഥമാണ് അഹദിന്റെ അർത്ഥം, നമ്മൾ സംഗതി ഉദ്ദേശിച്ചിട്ട് പറയാം, പ്രത്യേകം എന്നുള്ള ഉദ്ദേശിച്ചിട്ട് പറയാം. അങ്ങനെ ഓരോ അർത്ഥങ്ങളിൽ എന്ത് ചെയ്യും? അലിഫ്ലാം പ്രയോഗിക്കും. ഇനി വേറൊരു ചോദ്യത്തിലുള്ള എന്താ അറിയോ? പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തീനിൽ പറഞ്ഞല്ലോ അല്ലേ? അല്ലാഹു എന്താ പറഞ്ഞേ? പിന്നെ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. അഹ്സനി തഖ്വീം എന്താ അർത്ഥം? ഏറ്റവും നല്ല ഘടനയിൽ നാം മനുഷ്യനെ സൃഷ്ടിച്ചു, ഏറ്റവും നല്ലൊരു അവസ്ഥയിൽ സൃഷ്ടിച്ചു എന്നാണ്. എന്നാൽ ഇവിടെ അല്ലാഹു പറഞ്ഞ എന്താ? ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. മനുഷ്യൻ തീരാല്ലോ, തീര വെക്കണ്ട, മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ്, മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ്. അപ്പൊ അതെങ്ങനെ? അപ്പൊ ഇത് രണ്ടും തെറ്റല്ലേ? ഒരു സ്ഥലത്ത് പറയാം മനുഷ്യൻ നഷ്ടത്തിലാണ്, വേറെ സ്ഥലത്ത് പറയാം മനുഷ്യൻ ഏറ്റവും നല്ല രൂപത്തിലാണ് മനുഷ്യനെ പഠിച്ചത് സൃഷ്ടിച്ചത്. എങ്ങനെയാണ്? അതിനുള്ള ഉത്തരം എന്താ? ആയിക്കോട്ടെ, അതിപ്പോ അവിടെ അഹ്സനി തഖ്വീം എന്ന് പറഞ്ഞിട്ട് പിന്നെ മനുഷ്യൻ അസ്ഫല സാഫിലീൻ ആവുന്ന പറഞ്ഞത്. മനുഷ്യൻ ഏറ്റവും നല്ല രൂപത്തിൽ സൃഷ്ടിച്ചു, എന്നിട്ട് അധമന്മാരിൽ അധമനായി മാറും. ഇവിടെ മനുഷ്യൻ നഷ്ടത്തിലാണ്, വിശ്വസിച്ച സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കരും ചെയ്തവരൊഴിച്ച് എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ പറഞ്ഞപ്പോൾ മനുഷ്യൻ തന്നെ നഷ്ടത്തിലാന്ന് പറഞ്ഞു, അവിടെ പറഞ്ഞപ്പോ മനുഷ്യൻ ഏറ്റവും നല്ല രൂപത്തിലാന്ന് പറഞ്ഞു.
എന്തതിനുള്ള മറുപടി? വിശ്വാസവും സൽക്കർമ്മവും ഇല്ലെങ്കിൽ നഷ്ടത്തിലാണ്. അതല്ല സൂറത്തുൽ അസ്റിന്റെ അർത്ഥല്ലേ? അപ്പൊ മറ്റോട് അവിടെ പറഞ്ഞതോ ഏറ്റവും നല്ല രൂപത്തിലാണ് മനുഷ്യൻ സൃഷ്ടിച്ചു തരുന്നതോ? അപ്പൊ ഇവിടെ പറഞ്ഞ മനുഷ്യ നഷ്ടത്തിലാന്നല്ലേ? ഫിത്രത്ത് പോയില്ലേ? അതൊക്കെ നിങ്ങള് വ്യാഖ്യാനം. ഞാൻ ചോദിക്കണത് അതല്ല. അപ്പൊ അവിടെ പറഞ്ഞ മനുഷ്യ നഷ്ടത്തിലാണ്, ഇവിടെ പറഞ്ഞു മനുഷ്യൻ ഏറ്റവും നല്ല രൂപത്തിലാണ് മനുഷ്യൻ സൃഷ്ടിച്ചത്. എന്താ മറുപടി? അതൊക്കെ നമ്മൾ സാധാരണ പറയണ സംഗതികളാണ്. ഈ വൈരുദ്ധ്യത്തെ എങ്ങനെ ഇല്ലായ്മ ചെയ്യുന്നതാണ് ചോദ്യം. ബാറക്കല്ലാഹു ഫീക്കും. അതിനുള്ള ഒരു ഉത്തരം അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചത് ഏറ്റവും നല്ല രൂപത്തിലാണ്. പക്ഷെ മനുഷ്യൻ പിന്നെ നഷ്ടത്തിലായതാണ്. അതെന്തുകൊണ്ടായത്? അവന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ആയത്. അതാണ് അതിനുള്ള ഉത്തരം. മനസ്സിലല്ലേ? വേറൊരു ഉത്തരം ഉണ്ട്. അതെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പിന്നെ മനുഷ്യ ശരീരത്തിന്റെ അവസ്ഥയാണ് എന്തിനു പറഞ്ഞത്? ഫി അഹ്സനി തഖ്വീം എന്ന് പറഞ്ഞത്. മനുഷ്യന്റെ ഘടന, അവന്റെ ശരീരം, അവന്റെ അവസ്ഥ എങ്ങനെയാണ്? ഏറ്റവും നല്ല രൂപത്തിലാണ്. ഏറ്റവും നല്ല രൂപത്തിൽ മനുഷ്യനെ പടച്ചോൻ സൃഷ്ടിച്ചത്. പിന്നെ അവന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് അവൻ എന്തായി? അധമന്മാരിൽ അധമനായി മാറി. മനസ്സിലായില്ലേ? ഇവിടെ പറഞ്ഞത് മനുഷ്യന്റെ മാനസികാവസ്ഥയാണ്. മനുഷ്യൻ നഷ്ടത്തിലേക്ക് പോണ മാനസികാവസ്ഥയിലാണ് അവനുള്ളത്. അങ്ങനെ തിന്മയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അള്ളാഹു ഹിദായത്തിന്റെ തൗഫീഖ് കൊടുത്താൽ എന്ത് ചെയ്യുള്ളൂ? ഹിദായത്തിന്റെ മാർഗത്തിൽ അവൻ നിലനിൽക്കുള്ളൂ. അപ്പൊ അങ്ങനെ രണ്ട് രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? അതിനുള്ള ഉത്തരം നമുക്ക് പറയാൻ പറ്റും. ഒന്ന്, മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ ഉദ്ദേശിച്ചാണ് അവിടെ പറഞ്ഞത്. ഇവിടെ പറഞ്ഞത് മനുഷ്യന്റെ പ്രവർത്തനത്തെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. മറ്റത് അവിടെ ഫിത്രത്തിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. ഇവിടെ ഫിത്രത്തിൽ നിന്ന് തെറ്റി പൊതുവെ മനുഷ്യന്മാർ ഫിത്രത്തിൽ തെറ്റി ഇങ്ങനെ പോണോലാണ്. അത് ഉദ്ദേശിച്ചാണ് എന്ത് ചെയ്തത് ഇവിടെ പറഞ്ഞത്. അതുപോലെ ഇവിടെ മനുഷ്യൻ നഷ്ടത്തിലാന്ന് പറഞ്ഞു. എന്തിലാ നഷ്ടം എന്ന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാ എന്തിലാ നഷ്ടം എന്ന് പറയാത്ത? എന്തുകൊണ്ടാ? അവന് ദുനിയാവാണോ നഷ്ടം? ആഖിറാണോ നഷ്ടം? ഇനിയല്ല പിന്നെ വേറെ എന്തെങ്കിലും ഒരു എന്തിലാന്ന് പറയാതെ ആബ്സല്യൂട്ടായിട്ട് മുത്തലക്കായിട്ട് പറഞ്ഞു. നിരുപാധികമായി നഷ്ടത്തിലാണെന്ന് പറഞ്ഞു. എന്താ അങ്ങനെ പറയാൻ കാരണം? Khusr, my question is not that. Question, why Allah told he is in khusr? Don't say khusr in dunya, khusr in akhirah, khusr in this case, khusr in that case. Don't say. Yes, is the answer. Barakallahu feekum. അതായത് ആ നഷ്ടം എന്തിലേക്കും ആകാം. മനസ്സിലായില്ലേ? ഈ 4 ഗുണങ്ങൾ ഇല്ലാത്തവരുടെ നഷ്ടം അത് എന്തിനും ബാധകമാകാം. ദുനിയാവുക്കും ആ നഷ്ടം ഉണ്ടാവും, ആഖിറത്തുക്കും ആ നഷ്ടം ഉണ്ടാവും. മനസ്സിലായത്? ജീവിതത്തിന്റെ ഏത് ഭാഗത്തെയും ആ നഷ്ടം ബാധിക്കാം. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? മുത്തലക്കായിട്ട് പറഞ്ഞത്. അതായത് ഹദ്ഫുൽ, അറബിയിലൊരു പിന്നെ ഭാഷാപരമായി പറയുന്നൊരു വാചകമുണ്ട്. ഹദ്ഫുൽ മുതഅല്ലിഖ് യുഫീദുൽ ഉമൂം. എന്തുമായി ബന്ധമുള്ളതാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് പൊതു അർത്ഥത്തെ കുറിക്കുന്നു എന്നാണ്. അപ്പൊ എന്തിൽ നിന്ന് പറഞ്ഞില്ല. അല്ലാഹു റസൂൽ കാര്യം പറഞ്ഞപ്പോ എന്തിൽ നിന്ന് പറഞ്ഞില്ല. അത് എന്തിലാണെന്ന് കുറിക്കുന്ന വേറെ ആയത്തോ ഹദീസൊന്നും വന്നിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ എന്താ അർത്ഥം? എല്ലാത്തിലും അർത്ഥം. എല്ലാത്തിലും. ഉദാഹരണം പറയാം. ഇപ്പൊ നിങ്ങൾ സ്കൂട്ടർ ഓടിച്ചു വരുമ്പോ കാറിന്റെ ബാക്കിൽ കുറെ വണ്ടിന്റെ ബാക്കിൽ എഴുതുന്ന ആയത്താണ് ലഇൻ ശകർതും ലഅസീദന്നകും. അവിടെ അള്ളാഹു പറയണേ, നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. എന്ത് വർദ്ധിപ്പിച്ചു തരും? എന്തും വർദ്ധിപ്പിച്ചു തരും. ആ എന്തും എവിടുന്ന കിട്ടി? എന്താന്ന് പറയാത്തത് കൊണ്ട് അത് എന്തുമാണ് അർത്ഥം. അതാണ് മുതഅല്ലിഖ് കളഞ്ഞാൽ ഉമൂമിന്റെ അർത്ഥമുണ്ട്, എല്ലാം എന്ന അർത്ഥം ഉണ്ട്. എന്തുമായി ബന്ധപ്പെട്ടാന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ എന്താ അർത്ഥം? എല്ലാം എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ പിന്നെ വേറെ ആയത്തിലും വേറെ ഹദീസിലും വരണം ഇതെന്താ അതിന്റെ ഉദ്ദേശം. ഇനിയിപ്പോൾ അങ്ങനെ എടുത്താലും ഈ ആയത്തിൽ നമ്മൾ അങ്ങനെ എടുത്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു റസൂൽ പറഞ്ഞ ആയത്തും ഹദീസൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അത് എന്തിലേക്കും ബാധകമാണ്. ദുനിയാവ് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് അല്ലാഹു പറയുന്നുണ്ട്, പരലോകം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ശുക്ർ ചെയ്താൽ എന്തും വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ആയത്തും ഹദീസും ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോ അത് എല്ലാത്തിക്കും അങ്ങനെയും അത് ബാധകമാണ്. മനസ്സിലായില്ലേ? ഇനിയിപ്പോ വേറെ ആയത്തും ഹദീസും ഒന്നും ഇല്ലെങ്കിലും അത് എന്തിൽ നിന്ന് പറയാത്തതുകൊണ്ട് എല്ലാത്തിലേക്കും അത് ബാധകമാണ്. ഇനി വേറൊരു പിന്നെ ഒരു ചോദ്യമുണ്ട്.
ഒരു ഹിക്മത്ത്. ഇപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ പറഞ്ഞത്, നമുക്ക് അടുത്ത സൂറത്തിൽ കടക്കാൻ പറ്റിയില്ലല്ലേ? നമുക്ക് എപ്പോഴാണ് ക്ലാസ് അവസാനിപ്പിക്കണ്ടേ? ഇനിയും തീർന്നിട്ടില്ലല്ലോ റബ്ബേ. സമയം എപ്പോഴാണ് തീർക്കേണ്ടത്? ഇപ്പൊ നിർത്തണോ അല്ലെങ്കിൽ അടുത്ത പോയിന്റ് കൂടി പറഞ്ഞ് നിർത്തണം? അത് പോയിന്റ് എടുത്താൽ 5 മിനിറ്റ് എന്തായാലും എടുക്കും, ഏറ്റവും ചുരുങ്ങിയത്. പറഞ്ഞിട്ട് ഏറ്റവും ചുരുങ്ങിയത് 5 മിനിറ്റ്, ചിലപ്പോൾ കൂടും. അടുത്ത അതോടുകൂടി കഴിയൂല, പോയിന്റ് പിന്നെ ബാക്കിയുണ്ട്, അടുത്ത ക്ലാസ്സിൽ കൂടി എടുക്കേണ്ടി വരും. പിന്നെ അപ്പോ ഇവിടെ ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്നൽ ഇൻസാന ലഫീ ഖുസ്രീൻ, മനുഷ്യൻ തീർച്ചയായും നഷ്ടത്തിലാണെന്ന് പറഞ്ഞിട്ട് ഇന്ന് പടച്ചവന് പിന്നെ ആരോ ഒഴിവാക്കി? വിശ്വസിച്ചവരെയും സൽക്കർമ്മങ്ങൾ ചെയ്തവരെയും സത്യം കൊണ്ട് ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശം ഒഴിവാക്കി. അപ്പൊ വേറെ സൂറത്തു തീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താ? പിന്നെ അവിടെ പറഞ്ഞ മനുഷ്യനെ അധമന്മാരിൽ അധമനാക്കി എന്ന് പറഞ്ഞു അല്ലെ? അധമന്മാരിൽ അധമനാക്കി. ഇവിടെ പറഞ്ഞ എന്താ? നഷ്ടത്തിലാണ്. അവിടെ പറഞ്ഞ എന്താ? അധമന്മാരിൽ അധമനാക്കി. ഏതാണ് ഏറ്റവും ടോപ്പ്? അധമന്മാരിൽ അധമനാക്കി എന്ന് പറയലാണോ, നഷ്ടത്തിലാണെന്ന് പറയലാണോ? അധമന്മാരിൽ അധമനാക്കി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഉയർന്നല്ല, പറ്റ ഇടിഞ്ഞ ഒരവസ്ഥയാണ്. ഇത് നഷ്ടം എന്നേ കിട്ടണുള്ളൂ, നഷ്ടത്തിന്റെ ഒരു അവസ്ഥ ഒന്നും പഠിച്ചപ്പോൾ പറയണില്ല. പക്ഷെ അവിടെ പറഞ്ഞത് ഏറ്റവും തരം താഴ്ന്ന അവസ്ഥയാണ്. അപ്പോ അവിടെ അങ്ങനെയും പറഞ്ഞു, ഇവിടെ എങ്ങനെയും പറഞ്ഞു അല്ലേ? നിങ്ങൾ ആലോചിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ പ്രയോഗങ്ങളുടെ സൂക്ഷ്മത നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നഷ്ടത്തിലാന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു 4 കണ്ടീഷൻ വെച്ചു. ഈ 4 കണ്ടീഷൻ ഇല്ലാത്തവർ നഷ്ടത്തിലാണ് അല്ലേ? നമുക്കറിയാം 4 കണ്ടീഷൻ എന്താ. അവിടെ അധമന്മാരിൽ അധമനാക്കി എന്ന് പറഞ്ഞപ്പോൾ 2 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. എന്താ? ആമനു വ അമിലുസ് സാലിഹാത്ത്. വിശ്വാസവും സൽക്കർമ്മവും ഇല്ലെങ്കിൽ അവനെന്തായി? അധമന്മാരിൽ അധമനാകും. ഇവിടെ വിശ്വാസവും സൽക്കർമ്മവും സത്യം കൊണ്ടും ക്ഷമ കൊണ്ടുമുള്ള പരസ്പര ഉപദേശം ഇല്ലെങ്കിൽ അവൻ എന്താവും? നഷ്ടത്തിലാവും. എന്താ അങ്ങനെ? എന്താ ഇന്ന് കിട്ടിയ രഹസ്യം? ഇന്ന് കിട്ടിയൊരു ഗുണപാഠം എന്താ? അതായത് ഒരു മനുഷ്യൻ ഈമാൻ ഉണ്ടാവുക, അമലു സാലിഹാത്ത് ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും ബേസിക്കലി ഒരു മനുഷ്യൻ ഉണ്ടാകേണ്ട സംഗതിയാണ്. മനസ്സിലായില്ലേ? ഒരു മനുഷ്യൻ അത് മാത്രമേ ഉള്ളൂ, അവന് വേറെയുള്ളവർ ഉപദേശിച്ചില്ല. അപ്പൊ വേറെയുള്ളവർ ഉപദേശിക്കുക, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളതൊക്കെ പല കാറ്റഗറി ഉണ്ട്. വാജിബായി ഫർള് ഐനായി വരുന്ന സന്ദർഭം ഉണ്ടാവും, ഫർള് കിഫായായി വരുന്ന സന്ദർഭം ഉണ്ടാവും, സുന്നത്തായി വരുന്ന സന്ദർഭം ഉണ്ടാവും. പക്ഷെ അടിസ്ഥാനപരമായി ഈമാനും അമലു സാലിഹും ഉണ്ടാകുക എന്നുള്ളതോ അത് നിർബന്ധമാണ്. അതില്ലാഞ്ഞ ഈമാൻ തന്നെ പോയി. മനസ്സിലായോ? അതിക്ക് 2 കൂടി ഇവിടെ കൂട്ടി പറഞ്ഞു. അപ്പൊ ഈ ഇവിടെ അള്ളാഹു എങ്ങനെ അസ്ഫല സാഫിലി എന്ന് പറഞ്ഞില്ലെങ്കിൽ ആലോചിച്ച് നോക്കി, ദുനിയാവിൽ അസ്ഫല സാഫിലിനായ എത്ര വിശ്വാസികൾ ഉണ്ടാവും? മനസ്സിലായോ? പക്ഷെ ഹുസ്ര ഈ പറഞ്ഞവർക്കൊക്കെ ബാധകമാണ്. അപ്പൊ നഷ്ടം എങ്ങനെയാണ്? എത്ര കണ്ടത് ഒഴിവാക്കുന്നോ അത്ര കണ്ട് നഷ്ടം. മനസ്സിലായോ? അവിടെ കണ്ടു പറയാൻ പറ്റൂല, കാരണം എന്റെ അങ്ങേ തല പറഞ്ഞു കഴിഞ്ഞു. ഏറ്റവും ലീസ്റ്റിലാണ് അവനുള്ളത്. ഇനി അതിന്റെ പുറത്തേക്ക് അവന്റെ അവസ്ഥ പോവാനില്ല. അപ്പൊ അള്ളാഹു 2 കാര്യം പറഞ്ഞോളൂ. അവിടെ എങ്ങാനും തവാസൗ ബിൽ ഹഖും തവാസൗ ബിസ് സബ്റും പറഞ്ഞിരുന്നെങ്കിൽ ഒരുപാട് ആളുകൾ എന്തായി? അങ്ങേയറ്റത്തെ കുഫ്രിന്റെ അവസ്ഥയിൽ ആണ് എന്നുള്ള അർത്ഥമാണ് അവിടെ വരിക. എന്നാൽ അവിടെ അത് പറഞ്ഞില്ല, അവിടെ 2 മാത്രം പറഞ്ഞു. ഇവിടെ പറഞ്ഞപ്പോൾ നഷ്ടം എന്ന് മാത്രം പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഇത് 4 പറഞ്ഞു. കാരണം 4ന്റെ ഓരോന്നിലും നമ്മൾ കുറവ് വരുന്നതനുസരിച്ച് എന്ത് ചെയ്യും? നമുക്ക് നഷ്ടം സംഭവിക്കും. അത് കൂടുന്നതനുസരിച്ച് നഷ്ടം കുറയും. മനസ്സിലായില്ലേ? അപ്പൊ ആ പ്രയോഗത്തിലെ സൂക്ഷ്മത നമുക്ക് വളരെ കൃത്യമായി നമുക്കതിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതെ അസ്ഫലു സാഫിലീനിൽ പെടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈമാനും അമലു സാലിഹാത്തും ഇല്ലാതാവണം. ഈമാനും അമലു സാലിഹാത്തും ഉണ്ട്, ക്ഷമ കൊണ്ടും സത്യം കൊണ്ടും പരസ്പരം ഉപദേശിച്ചില്ല. അപ്പൊ അസ്ഫല സാഫിലീൻ ആവൂല, പക്ഷെ നഷ്ടം ഉണ്ടാകും. അത് വാജിബായ കാര്യമാണ് ഒഴിവാക്കിയതെങ്കിൽ അതിന്റെ കുറ്റം കിട്ടും. ആ നഷ്ടം അത്ര ആ ഡിഗ്രിയിൽ ആ ലെവലിലേക്കാവും നഷ്ടം. സുന്നത്തായ ഒരു സംഗതിയാണ് ഒഴിവാക്കിയതെങ്കിലോ നഷ്ടം കുറച്ച് കുറയും. മനസ്സിലായില്ലേ? അപ്പൊ ഇത് എത്ര കണ്ട് കൂടുന്നോ ഉപദേശം, പരസ്പരം ഉപദേശിക്കലും ക്ഷമ കൊണ്ടുള്ള ഉപദേശവും കാര്യങ്ങളും കൂടുന്നതിനനുസരിച്ച് നഷ്ടം കുറയും, കുറഞ്ഞതിനനുസരിച്ച് നഷ്ടം കൂടും. മനസ്സിലായി? അപ്പൊ അങ്ങനെ പല കാറ്റഗറി ഉണ്ടാവും. അവിടെ കാറ്റഗറിക്ക് വകുപ്പില്ല, പ്രസക്തി ഇല്ല. ഇവിടെ ഈമാൻ തന്നെ പോയി, പിന്നെ കാറ്റഗറി ഒന്നുമില്ല, പിന്നെ എല്ലാം പോയി. മുനാഫിഖീങ്ങളും കാഫിരീങ്ങളും. അസ്വല സാഫിലി എന്ന് പറഞ്ഞാൽ മുനാഫിഖീങ്ങളുടെ ഇടമാണ്.
അള്ളാഹു നിഫാഖിൽ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ അതായത് ഒന്ന് അൽ ഖസാറുൽ മുത്ലഖാണ്. ആ സൂറത്തു തീനിൽ പറഞ്ഞ എന്താണ്? സൂറത്തു തീനല്ലല്ലോ, തീനല്ലേ? ആ തീനാണ്. തീനിൽ പറഞ്ഞ ഖസാറുൽ മുത്ലഖ് എന്നാണ് എന്താ? എല്ലാ അർത്ഥത്തിലുമുള്ള നഷ്ടം, പൂർണ്ണമായ നഷ്ടമാണ്. ഇവിടെ മുത്ലഖുൽ ഖസാറാണ്. മുത്ലഖുൽ ഖസാർ എന്ന് പറഞ്ഞാൽ പൊതുവായ നഷ്ടം, പൊതുവായ നഷ്ടം ഉണ്ടാവും. ഒരാളെ കച്ചവടം മുഴുവനായിട്ട് തീരുമാനമാണതും കുറച്ച് നഷ്ടം വരുന്നതും വ്യത്യാസമുണ്ട്. അല്ലെ, ഇവിടെ ഈ ആയത്തിൽ ഈ സൂറത്തിൽ പറഞ്ഞത് ഏത് നഷ്ടവും, ഒരു കച്ചവടത്തിൽ വരുന്ന എല്ലാ നഷ്ടവും അതിൽ ഉൾപ്പെടും. മറ്റേ സൂറത്തിൽ പറഞ്ഞതോ കച്ചവടം പൂർണ്ണമായിട്ട് ഇല്ലാതാവുമ്പോഴാണ് ആ പ്രയോഗത്തിന് അർത്ഥം, ആ പ്രയോഗത്തിന്റെ അർത്ഥത്തിലേക്ക് പോവുക. അതാണ് മഹാന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ മയ്യിത്ത് നിസ്കാരത്തിന്റെ വിഷയത്തില് പിന്നെ ജനാസിയെ അനുഗമിച്ച 2 ഖീറാത്ത് കിട്ടും എന്ന് പറഞ്ഞ ഹദീസ് ആദ്യമായി കേട്ടു. അപ്പൊ ഇബ്നു ഉമർ പറഞ്ഞ വാചകമുണ്ട്, എന്താ പറഞ്ഞേ? വലഖദ് ഫറത്നാ ഫീ ഖറാറീത കസീറ എന്ന് പറഞ്ഞു. ഒരുപാട് ഖീറാത്തുകൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ. ഇപ്പൊ നഷ്ടാണ്, അതൊരു നഷ്ടാണ് അവിടെ പറഞ്ഞത്. അപ്പൊ എന്നാ അത് ഏത് നഷ്ടമല്ല? അത് നേരത്തെ പറഞ്ഞ അസ്ഫല സാഫിലി എന്ന് പറഞ്ഞ നഷ്ടാവോ? ഇല്ല. അത് എന്നാൽ ഈ ഖുസ്റിന്റെ പരിധിയിൽ അത് വരുമോ? അത് വരും. എന്നാൽ വാജിബ് ഒഴിവാക്കിയിട്ടൊന്നുമില്ല, സുന്നത്ത് ഒഴിവാക്കിയിട്ടുള്ളൂ. ആ സുന്നത്ത് പോയ നഷ്ടം അതുണ്ടാവും. മനസ്സിലായില്ലേ? ലാഭം കുറഞ്ഞ നഷ്ടം ഉണ്ടാവും. അപ്പോ അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ച പ്രയോഗങ്ങളുടെ സൂക്ഷ്മത, അതിന്റെ അർത്ഥതലങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഈ സൂറത്തിൽ നിന്ന് കിട്ടുന്ന കാര്യം എന്താ വെച്ചാൽ, ഒരു മനുഷ്യൻ സ്വന്തം പരിപൂർണത കൈവരിക്കുകയും മറ്റുള്ളവരുടെ പരിപൂർണതയ്ക്ക് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അവൻ യഥാർത്ഥത്തിൽ അവന്റെ ബാധ്യതകൾ മുഴുവൻ നിർവഹിച്ച ലാഭകരമായ ജീവിതം അവൻ നയിക്കുന്നതല്ല. സ്വന്തം കമാലിന് വേണ്ടി ശ്രമിക്കണം, മറ്റുള്ളവരെ തെക്മീലിന് വേണ്ടിയും ശ്രമിക്കണം. കമാൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണത കൈവരിക്കുക, തെക്മീൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണനാക്കുക, മറ്റുള്ളവരെ പൂർണ്ണരാക്കുക. അപ്പൊ രണ്ടും ഒന്നിച്ചു ചേരുമ്പോഴാണ് എന്ത് ചെയ്യുക? ഒരു വിശ്വാസി അവന്റെ ബാധ്യതകൾ പൂർണ്ണമായും നിർവഹിക്കുന്ന, ജീവിതത്തിൽ നഷ്ടം സംഭവിക്കാത്ത, പരലോകത്ത് റബ്ബിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ ലാഭം കൊയ്യുന്നവരായി മാറണമെങ്കിൽ അത് രണ്ടും അവന്റെ ജീവിതത്തിൽ ഒരുമിച്ച് കൂടേണ്ടതുണ്ട് എന്നുള്ളത് നമുക്ക് ഈ സൂറത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പിന്നെ അള്ളാഹുവോടുള്ള ബാധ്യതകൾ, അവന്റെ അടിമകളോടുള്ള ബാധ്യതകൾക്ക് നിർവഹിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടാൻ, അങ്ങനെ ജീവിതം ചിട്ടപ്പെടുത്തുന്ന തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ വിശ്വാസത്തിലും ആദർശത്തിലും അമൽ സ്വാലിഹാത്തുകളിൽ സജീവരായി നിലകൊണ്ടുകൊണ്ട് ദുനിയാവിൽ നിന്ന് നല്ല മരണം കൈവരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന വിശ്വാസികളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളുടെ കൂടെ, മുഅ്മിനീങ്ങളുടെ കൂടെ, പ്രവാചകന്മാരുടെയും സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും സാലിഹീങ്ങളുടെയും കൂടെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിവിശാലമായ കാരുണ്യം കൊണ്ട്, ഔദാര്യം കൊണ്ട്, പാപമോചനം കൊണ്ട് നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് നരകശിക്ഷയിൽ നിന്നും നമ്മെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖബറിലെ ശിക്ഷകളിൽ നിന്നും പരീക്ഷണത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷയും സമാധാനവും ഐശ്വര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തും പരലോകത്തും ആഫിയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തരത്തിലുമുള്ള പ്രയാസങ്ങൾ, അതുപോലെ പരീക്ഷണങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശാശ്വതമായ ദൂരീകരണവും സന്തോഷവും സമാധാനവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും നമ്മെക്കൊണ്ട് മറ്റുള്ളവർക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിനെ സത്യത്തിന്റെയും തൗഹീദിന്റെയും സുന്നത്തിന്റെയും പാതയിലേക്ക് വഴി നടത്തുമാറാകട്ടെ. ലോകത്ത് ജീവിക്കുന്ന മുസ്ലിം സമൂഹങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിലൂടെ, ഹക്കിന്റെ വക്താക്കളാകുന്നതിലൂടെ ഇസ്സത്തും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, പീഡനങ്ങൾ അനുഭവിക്കുന്ന, ഇസ്ലാമിന്റെ ശത്രുക്കളുടെ അവരിൽ നിന്നുള്ള കെടുതികൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർ, ഇസ്ലാമിക രാജ്യങ്ങൾ, നാടുകൾ, അവിടെയെല്ലാം എല്ലാ അർത്ഥത്തിലുള്ള സമാധാനവും സന്തോഷവും ആഹ്ലാദവും അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പിലാക്കുമാറാകട്ടെ. മുസ്ലിമീങ്ങൾ ജീവിക്കുന്ന ഇടങ്ങളിലെല്ലാം സമാധാനപൂർണ്ണമായ, നിർഭയത്വപൂർണ്ണമായ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين
وأذل الشرك والمشركين وصلى الله وسلم على نبينا محمد والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.